ശ്രീകൃഷ്ണാർപ്പണമായി വരേണമഖിലം ചിന്തിപ്പതും ചൊൽവതും ചെയ്തിടുന്നതും ഉള്ളിലാഗ്രഹമുറന്നേടായിക മറ്റൊന്നിലും പീലിപ്പൊന്മുടിമാലയും മുരളിയും പൂണ്ടേറെ മിന്നിടുമേ ബാലബ്രഹ്മമകക്കുരുന്നിൽ വിളയാടണം നമുക്കങ്ങനെ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണനു സഖിയാകിയ പാണ്ഡവന്റെ ഭാരിച്ച ദുർമതമടക്കി വരം കൊടുത്ത കിരാതരൂപധരിയാകിയ ചന്ദ്രചൂടൻ കാരുണ്യമെങ്കലരുളീടുക സർവകാലം. ജനനീം ശാരദാം ദേവീം രാമകൃഷ്ണം ജഗദ്ഗുരും പാദപത്മേ തയോ ശ്രിത്വാ പ്രണമാമി മുഹുർമുഹു. ജഗദംബികാ സ്മരണം. ശ്രീമഹാദേവി നമഃ. ഭഗവാനും ഭഗവാന്റെ ഭക്തരായ എല്ലാ ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് 98ാമത്തെ ദശകം. 98ാമത്തെ ദശകം വളരെ പ്രധാനപ്പെട്ടൊരു ദശകമാണ്. അത് നമസ്കാര ദശകം എന്നാണ് ആൾക്കാർ പറയാറുള്ളത്. കാരണം എന്താ വെച്ചാല് എത്തുമ്പോഴേക്ക് മേൽപ്പത്തൂർ ആചാര്യന് ആരോഗ്യം നല്ലപോലെ വീണ്ടെടുക്കാൻ പറ്റിയെന്നും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആരോഗ്യം തിരിച്ചു കിട്ടി. അതുകൊണ്ട് അദ്ദേഹം ഓരോ ശ്ലോകം കഴിയുമ്പോഴും, ഈ ദശകത്തിൽ 11 ശ്ലോകങ്ങൾ, ഓരോ ശ്ലോകം കഴിയുമ്പോഴും ഭഗവാനെ നമസ്കരിച്ചിരുന്നു എന്നാണ് പഴയ ആൾക്കാരൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദശകം ചെല്ലണ സമയത്ത് പല ഭക്തന്മാരും അത് വീട്ടിലിരുന്നിട്ട് ജപിക്കുകയാണെങ്കിലും സ്തുതിക്കുകയാണെങ്കിലും, അതല്ല നാരായണീയ സപ്താഹം നടക്കുമ്പോഴാണെങ്കിലും, പലപ്പോഴും ആചാര്യനടക്കം സദസ്സിലിരിക്കുന്ന പലരും തന്നെ ഈ ദശകത്തിലത്തെ ഓരോരോ ശ്ലോകങ്ങൾ കഴിയുമ്പോഴും ശരിക്കും നമസ്കരിക്കും. കാരണം ഇതിൽ ഓരോന്ന് കഴിയുമ്പോഴും ഭഗവാനെ നമസ്കരിക്കണോ എന്ന് പറയണം. 3ാമത്തെ ദശകത്തില് വളരെ വേദനയോട് കൂടിയിട്ടാണ് മേൽപ്പത്തൂരാചാര്യൻ ഭഗവാനെ വിളിക്കുന്നത്. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇത്രയും വേദനിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് അവിടുത്തെ സ്തുതിക്കാൻ പറ്റുമെന്ന് പോലും സംശയമാണ് എന്ന് അവിടെ പറഞ്ഞ ആചാര്യന് 100 ദിവസം കൊണ്ടാണല്ലോ ഇത് എഴുതുന്നത്. 98 ദിവസം ആയപ്പോഴേക്കും പരിപൂർണമായിട്ടുള്ള ആരോഗ്യം വീണ്ടെടുത്തു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമസ്കാര ദശകം എന്നാണ് പറയുന്നത്. നമുക്ക് ഇന്ന് അത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് നമ്മളുടെ ഒരു മഹാഭാഗ്യം. 1ാമത്തെ ദശകം, 1ാമത്തെ ശ്ലോകം, 98ാമത്തെ ദശകത്തിലത്തെ 1ാമത്തെ ശ്ലോകം. ഈ ദശകത്തിന്റെ പേര് നിഷ്കള ബ്രഹ്മോപാസന എന്നാണ്. ഇതിനു മുമ്പ് 90ാമത്തെ ദശകം തൊട്ട് നമ്മൾ കണ്ടതാണ്. കർമ്മത്തെ പറ്റി പറയുന്നുണ്ട്, ഭക്തിയെ പറ്റി പറയുന്നുണ്ട്, യോഗത്തെ പറ്റി പറയുന്നുണ്ട്, മായയെ പറ്റി പറയുന്നുണ്ട്. ഏറ്റവും അടുത്ത കഴിഞ്ഞതിൽ മായയുടെ സ്വരൂപത്തെ പറ്റിയാണ് പറഞ്ഞത്. മാർക്കണ്ഡേയൻ മായ പ്രളയം കണ്ടതും അങ്ങനെ മായ കാണണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഭഗവാൻ നരനാരായണന്മാര് അനുഗ്രഹിച്ചു കൊടുത്തതുമൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു. ഇനി നിഷ്കള ബ്രഹ്മ ഉപാസന. ഭഗവാനെ നമ്മൾ പല രൂപത്തിലും കാണുന്നു, പല പേരുകളിലൂടെ ഭഗവാനെ വിളിക്കുന്നു, പല അലങ്കാരങ്ങളോടുകൂടി ഭഗവാനെ കാണുന്നു, പല ലീലകൾ ആടിയതായിട്ടും നമ്മൾ ഭഗവാനെ പറ്റി ഓർമ്മിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അതൊക്കെ എടുത്തു പറഞ്ഞിട്ട് രോമാഞ്ചം കൊള്ളുന്നു.
അങ്ങനെയുള്ള ഭഗവാൻ വാസ്തവത്തില് കേ- കേവല സ്വരൂപനാണ്, കൈവല്യ സ്വരൂപനാണ്. ഭഗവത് തത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മം, അതിൽ വേറെ ഒന്നും കലർന്നിട്ടില്ല. അത് ഈ ദശകത്തിൽ നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരികയാണ്. നിഷ്കള ബ്രഹ്മമാണ് ഭഗവാൻ. അതിൽ മറ്റൊന്നും വന്നിട്ടില്ല. അതിൽ വേറൊരു കലകളും മറ്റൊരു കാര്യങ്ങളും അതിലേക്ക് കടന്നു വന്നിട്ടില്ല. കേവലമായിട്ടുള്ള ബ്രഹ്മം എന്നുള്ളതാണ്. പക്ഷെ ഭഗവാനെ പറ്റി പറയുമ്പോൾ വൈഷ്ണവരുടെ വിശ്വാസപ്രകാരം വിഷ്ണു എന്നുള്ളത് സാത്വിക സ്വഭാവത്തിന്റെ അധ്യക്ഷനാണ്. എന്നാലും ആ സത്വം വിഷ്ണുവിലെത്തുമ്പോ, ആ സത്വം മഹാവിഷ്ണുവിലെത്തുമ്പോ അത് ശുദ്ധ സത്വമാണ്. ശുദ്ധ സത്വം എന്ന് പറയുമ്പോൾ അത് ബ്രഹ്മം തന്നെയാണ്. സാധാരണ ഗുണങ്ങളുടെ ലെവലിൽ നിൽക്കുന്ന, സാധാരണ ഗുണങ്ങളുടെ മണ്ഡലത്തിൽ നിൽക്കുന്ന സത്വം പോലെയല്ല, അതിനുപരിയായിട്ടുള്ള സത്വം നിഷ്കളമായിട്ടുള്ള, അല്ലെങ്കിൽ ഗുണാതീതമായിട്ടുള്ള, നിർഗുണമായിട്ടുള്ള ബ്രഹ്മത്തോട് അതന്നെ ആയി നിൽക്കുന്ന സത്വത്തെയാണ് ശുദ്ധ സത്വം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മളിവിടെ എടുത്തു കാണുന്നത്. ഒന്നാമത്തെ ശ്ലോകം, യസ്മിന്നേതത് വിഭാതം യദ ഇദമഭവത് യേന ചേദം യ ഏതത് യോസ്മാത് ഉത്തീർണരൂപ ഖലു സകലമിദം ഭാസിതം യസ്യ ഭാസാ യോ വാചാം ദൂരദൂരേ പുനരപി മനസാം യസ്യ ദേവാ മുനീന്ദ്രാ നോ വിദ്യുസ്തത്വരൂപം കിമു പുനരപരേ കൃഷ്ണ തസ്മൈ നമസ്തേ. 97 ദശകങ്ങളിലായിട്ട് ഭഗവാനെ വർണ്ണിക്കാനാണ് മേൽപ്പത്തൂർ ആചാര്യൻ ശ്രമിക്കുന്നത്. ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ഭഗവാന്റെ നാമങ്ങൾ പറയുന്നു, പലതരത്തിലുള്ള രൂപങ്ങൾ വർണ്ണിക്കുന്നു, രൂപവർണ്ണനയിലൂടെ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഭഗവാന്റെ പലതരത്തിലുള്ള ലീലകള്, ഭഗവാൻ കേളിയാടിയതിനെ പറ്റിയൊക്കെ, രാസകേളിയാണെങ്കിലും വേണ്ടില്ല, കാളിയമർദ്ദനമാണെങ്കിലും വേണ്ടില്ല, ഏതെല്ലാം തരത്തില് സൂക്ഷ്മമായിട്ടും സ്ഥൂലമായിട്ടും ഭഗവാൻ അങ്ങനെ കളിയാടും. അതിനെയൊക്കെ പറ്റി പറഞ്ഞിട്ട് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ ആ ശ്രമം പൂർണ്ണമാവും എന്ന് പറയാൻ പറ്റുമോ? ഒട്ടുമില്ല. കാരണം എന്താണ്? യസ്യ ദേവാ മുനീന്ദ്രാനോ വിദ്യുസ്തത്വരൂപം കിമു പുനരപരേ. ദേവന്മാർക്ക് പോലും, മുനിമാർക്ക് പോലും ഭഗവാനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പലത് എന്തൊക്കെയോ ഭഗവാനെ പറ്റിയാണ് അവര് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടുള്ള മനസ്സിലാക്കലല്ല. പിന്നെയാണോ കിമു പുനരപരെ, പിന്നെയാണോ നമ്മളെ പോലെയുള്ള സാധാരണക്കാര്, മറ്റുള്ളവര് എന്ന് ചോദിക്കുകയാണ് ഈ ശ്ലോകത്തില്. എങ്ങനത്തെ ഭഗവാനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്? നമ്മൾ സാധാരണ കൃഷ്ണനാണ്, മയിൽപ്പീലി ചൂടിയിട്ടുണ്ട്, കയ്യില് ഓടക്കുഴലുണ്ട്. അതല്ലെങ്കിൽ മഹാവിഷ്ണു ചതുർഭുജനാണ്, ശംഖുചക്രങ്ങൾ ഏന്തിയിട്ടുണ്ട്. ശ്രീരാമസ്വാമിയാണ്, കോദണ്ഡം കയ്യിൽ ഏന്തിയിട്ടുണ്ട്, ഭഗവാന്റെ വില്ല് കയ്യിലുണ്ട്. അതല്ലെങ്കിൽ മഹാദേവനാണ്, സർപ്പങ്ങളെ ഭൂഷണമായിട്ട് ധരിച്ചിട്ടുണ്ട്, മാലയായിട്ട് ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമുക്ക് ദേവിയാണ്. ദേവിയും ബ്രഹ്മം തന്നെയാണല്ലോ. ദേവിയാണ്. ദേവിയുടെ വസ്ത്രത്തെ പറ്റി നമ്മൾ പറയുന്നു, കാഞ്ചീപുരം ധരിച്ചിട്ടുള്ള ദേവിയെ പറ്റി, ബനാറസ് സിൽക്ക് ധരിച്ചിട്ടുള്ള ദേവിയെ പറ്റി, സർവാഭരണ വിഭൂഷിത ആയിട്ടുള്ള ദേവിയെ പറ്റി ഒക്കെ നമ്മൾ പറയും. അങ്ങനത്തെ ഒരു വർണ്ണനയല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഏറ്റവും അധികം സൃഷ്ടിക്ക് പിന്നിലേക്കും പോയിട്ടാണ് ഇവിടെ ഭഗവാനെ വർണ്ണിക്കുന്നത്. യസ്മിന്നേതത് വിഭാതം, ഏതിലാണോ ഭഗവാൻ പ്രകാശിച്ചു കാണുന്നത്, ഈ ഉലകം മുഴുവനും പ്രകാശിച്ചു കാണുന്നത്, ഏതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം ഏതിലാണോ പ്രകാശിച്ചു കാണുന്നത്, ഭഗവാനിലാണ് ഈ പ്രപഞ്ചം പ്രകാശിച്ചു കാണുന്നത്. പ്രപഞ്ചം പ്രകാശിച്ചു കാണുമ്പോൾ അതിന്റെ പിന്നില് പ്രപഞ്ചം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അനുനിമിഷം മാറിക്കൊണ്ടിരിക്കും. അതിന് മാറാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, മാറാത്തൊരു സർഫസിന്റെ മുന്നിൽ ആണ് ഈ മാറ്റങ്ങൾ ഇങ്ങനെ കാണുന്നത്. ഒരു കണ്ണാടി,
ആ കണ്ണാടിയുടെ മുമ്പിൽ ഒരു ചെറിയ കുട്ടി വന്ന് നിൽക്കണു, പലതും കളിക്കണു. ഒരു 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 നിമിഷം കൈ തൊഴുതുകൊണ്ട് നിൽക്കണു, അടുത്ത നിമിഷം ചിരിച്ചുകൊണ്ടിരിക്കണു. ഈ കുട്ടിയുടെ ഭാവങ്ങളൊക്കെ മാറി 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 കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. നിമിഷം പ്രതി മാറണു. അതെവിടെയാണ് കാണുന്നത്? കണ്ണാടിയിലാണ് കാണുന്നത്. ഈ കുട്ടി അവിടുന്ന് മാറിപ്പോയാലും കണ്ണാടി അവിടെ നിൽക്കും. ഇതുപോലെയാണ് ഈ പ്രപഞ്ചം. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചം ഏതിലാണോ പ്രകാശിക്കുന്നത് അത് ഭഗവാനാണ്. അതേതുപോലെയാണെന്ന് വിചാരിച്ചാല്, ഒരു ഇരുട്ടത്ത് പകുതി വെളിച്ചം ഉള്ള സ്ഥലത്ത്, സന്ധ്യാസമയത്ത് പകുതി വെളിച്ചമുള്ള സ്ഥലത്ത് ഒരു കയറിന്റെ കഷ്ണം കിടക്കുകയാണെന്ന് വിചാരിക്കൂ. ഈ രജ്ജു സർപ്പ ഭ്രമമുണ്ടല്ലോ, അത് വളരെ പ്രസിദ്ധമായിട്ടൊരു ഉദാഹരണമാണ്. ഈ അരണ്ട വെളിച്ചത്തിൽ അവിടെ കയറ് മാത്രമേ കിടക്കുള്ളൂ. പക്ഷെ നമുക്ക് കാണുന്ന സമയത്ത് അവിടെ പാമ്പുണ്ട് എന്ന് തോന്നും. ആ പാമ്പ് ഇല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ നല്ലപോലെ വെളിച്ചം കൊണ്ടുവന്ന് അടിക്കുമ്പോൾ പാമ്പ് അപ്രത്യക്ഷമാവുന്നു. പക്ഷെ കയർ അവിടെ തന്നെ കിടക്കുന്നു. ആ കയറിലാണ് പാമ്പ് പ്രകാശിച്ചു കണ്ടത്. ഇതുപോലെ അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം പ്രകാശിക്കുന്നത് ഭഗവാൻ എന്ന പശ്ചാത്തലത്തിലാണ്. അങ്ങനെയുള്ള ഭഗവാനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇതം അഭവത് യേന ചേതം ഏതത് യോ അസ്മാദുത്തീർണരൂപ ഖലു സകലമിതം ഭാസിതം. പല തരത്തിലും ഭഗവാനെ വർണ്ണിക്കണം. ഈ പ്രപഞ്ചം ഏതിലാണോ പ്രകാശിച്ചു കാണുന്നത്, ഈ പ്രപഞ്ചത്തെ മുഴുവനും ഏതാണോ പ്രകാശിപ്പിക്കുന്നത്. ഒരു ഇരുട്ടത്ത് ഒരു പുസ്തകം ഇരിക്കുന്നുണ്ട്, ഒരു വാച്ച് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇരുട്ടത്തുണ്ടെങ്കിലും ആരും അതിനെ കാണില്ല. വെളിച്ചം വരുമ്പോഴാണ് അതൊക്കെ പ്രകാശിപ്പിക്കപ്പെടുന്നത്. വെളിച്ചം വരുമ്പോഴാണ് നമുക്കത് അവിടെ ഉണ്ട് എന്നുള്ളത് അറിയണത്. അതുപോലെയാണ് ഈ പ്രപഞ്ചത്തെ ഏതൊരു വെളിച്ചമാണോ പ്രകാശിപ്പിക്കുന്നത് അത് ഭഗവാനാണ്. ഈ പ്രപഞ്ചം ഉണ്ടായത് മുഴുവനും ഭഗവാനിൽ നിന്നാണ്. ഈ പ്രപഞ്ചം അവസാനം പോയി ലയിക്കേണ്ടതും ഭഗവാനിൽ തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാൻ ഈ പ്രപഞ്ചത്തിന് എപ്പോഴും അപ്പുറത്താണ്. അത് ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ചത് ഭഗവാനാണെങ്കിലും ഭഗവാൻ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളില് കുടുങ്ങിക്കിടക്കണില്ല. ഭഗവാൻ ഇതിനപ്പുറത്താണ്. ഇതിനെ അതിക്രമിച്ചു നിൽക്കുന്നു, ഇതിനെ ട്രാൻസെൻഡ് ചെയ്ത് നിൽക്കുന്നു ഭഗവാൻ. അങ്ങനെയുള്ള ആ ഭഗവാനെ നമുക്ക് വർണ്ണിക്കാൻ പറ്റുമോ? ഇല്ല. വാക്കിന് എത്രയോ അതീതമാണ്. വാക്കുകൊണ്ട് നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. ശരി, വാക്കുകൊണ്ട് പറ്റിയില്ലെങ്കിലും മനസ്സുകൊണ്ട് പറ്റുമോ? ഇല്ല. മനസ്സിനും വാക്കിനും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? എന്തിനാ ഭഗവാൻ നമുക്ക് ചില വലിയ സംഖ്യകൾ എടുക്കുകയാണെന്ന് വിചാരിക്കൂ. ഒരു 1 ഇട്ടിട്ട് പിന്നെ അങ്ങേപ്പുറത്ത് ഒരു 100 പൂജ്യം ഇട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കൂ. അതൊരു സംഖ്യയാണല്ലോ, സാധ്യമായിട്ടൊരു സംഖ്യയാണല്ലോ. ആ സംഖ്യ എന്താണെന്നുള്ളത് 1, 10, 100, 1000, 10000, ലക്ഷം, ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. കോടിയും സങ്കല്പിക്കാൻ, 10 കോടി. പക്ഷെ കുറെ കഴിയുമ്പോ പിന്നെ സംഖ്യകൾ പറയുമ്പോൾ ഒരു വലിയ സംഖ്യ എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. എത്രയാണെന്നുള്ളത് സങ്കല്പിക്കാൻ പറ്റില്ല. മനസ്സിനും വാക്കിനും അതീതനായിട്ടുള്ള ഭഗവാൻ. ആ ഭഗവാനെ മുനീന്ദ്രന്മാര് പോലും ദേവന്മാര് പോലും മുഴുവനാക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നു. പിന്നെയാണോ നമ്മെ പോലെയുള്ള സാധാരണക്കാർക്ക്? അങ്ങനെയുള്ള ഭഗവാനെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും, മനസ്സിലാക്കി വിവരിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഭഗവാനെ ഒരു നമസ്കാരം നമുക്ക് കൊടുക്കാം. ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. അതിൻ്റെ പേരാണ് കൃഷ്ണൻ. ഇവിടെ ഭട്ടതിരി എന്ന മഹാഭക്തനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനത്തിന്റെ കണ്ണിൽ കാണുമ്പോൾ ബ്രഹ്മം എന്ന് പറയുമ്പോൾ ആ ബ്രഹ്മം തന്നെയാണ് ഇവിടെ ഭക്തിയുടെ കണ്ണിലൂടെ കാണുമ്പോൾ കൃഷ്ണനായി നിൽക്കുന്നത്. അങ്ങനെയുള്ള കൃഷ്ണന് നമസ്കാരം. കൃഷ്ണ തസ്മൈ നമസ്തേ. കൃഷ്ണ, ആ കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറയുന്നു. അടുത്ത ശ്ലോകത്തില് ജന്മാധോ കർമ്മനാമ സ്ഫുടമിഹ ഗുണദോഷാധികം വാ നയസ്മിൻ ലോകാനാമോദയേയ സ്വയമനുഭജതേ താനി മായാനുസാരീ ബിഭ്രച്ഛക്തിരൂപോ ച ബഹുതര രൂപോ വിഭാത്യദ്ഭുതാത്മാ
തസ്മൈ കൈവല്യധാംനേ പരരസപരിപൂർണായ വിഷ്ണോ നമസ്തേ. ഭഗവാന് എത്രയോ ജന്മമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ വിചാരിക്കുന്നുണ്ടല്ലോ, എത്രയോ അവതാരങ്ങളുണ്ട് ഭഗവാന്. അപ്പൊ എത്രയോ ജന്മങ്ങളുണ്ട്. ഓരോ ജന്മത്തിലും ഭഗവാൻ എത്രയോ ലീലകളാടുന്നു. ഭഗവാന് കർമ്മമുണ്ട്. ഭഗവാൻ എത്രയോ നാമമുണ്ട്. അനന്തനാമധേയായ സർവാകാര വിധായിനെ, അനന്തമായിട്ടുള്ള എണ്ണിയാൽ ഒടുങ്ങാത്ത നാമങ്ങള്, എണ്ണിയാൽ ഒടുങ്ങാത്ത രൂപങ്ങൾ സ്വീകരിച്ച് ഭഗവാൻ വരുന്നു. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ അങ്ങനെ വാഴ്ത്തുന്നുണ്ട്. പക്ഷേ ആ ഭഗവാന് ഇതൊന്നുമില്ല. രൂപമില്ല, നാമമില്ല, കാര്യകാരണ ബന്ധമില്ല, കാര്യകാരണങ്ങളിൽ നിന്ന് നിർമുക്തനാണ്. നമുക്ക് ഈ ഭൂമിയിലുള്ള ഓരോന്നിനും കോസ് ആൻഡ് ഇഫക്റ്റ് ഉണ്ട്. ഒരു കോസ്, അതിൽ നിന്നുണ്ടാകുന്ന ഇഫക്റ്റുകൾ, കാര്യം, കാര്യത്തിൽ നിന്നുണ്ടാവുന്ന കാരണം, കാരണത്തിൽ നിന്നുണ്ടാവുന്ന കാര്യങ്ങള്. ഒരു കാര്യം കണ്ടാൽ അതിനൊരു കാരണമുണ്ട് നമ്മൾ ഊഹിക്കും. ഒരു കാരണം കണ്ടാൽ അതിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മൾ ഊഹിക്കും. കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് ഭഗവാൻ നിൽക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ പിന്നെ എന്തിനു വേണ്ടിയാണ് ഈ ജന്മങ്ങളും ഈ കർമ്മങ്ങളും ഒക്കെ സ്വീകരിച്ചു വന്നിരിക്കുന്നത്? ഭഗവാന്റെ ആ സുഖമയമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് എന്തിനാണ് അവതാരം എന്നുള്ള ഒരു ഭാരം സ്വീകരിച്ചിട്ട് താഴത്തേക്ക് വന്നിരിക്കുന്നത്? അത് ഈ ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്തിലത്തെ ജീവാത്മാക്കളെ എല്ലാത്തിനെയും ഭഗവാന് അതിനോടൊക്കെ ഒന്ന് സംവദിക്കാൻ, ഈ ജീവാത്മാക്കൾക്കൊക്കെ ഭഗവാനുമായിട്ട് ഒരു പാലം പണിയാൻ വേണ്ടി പറ്റണം. ഈ ലോകത്തിന് ഭഗവാനുമായിട്ട് ഒരു പാലം പണിയാൻ പറ്റണം. അതിനു വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനെ കർമ്മങ്ങൾ എടുത്തിട്ടും ജന്മങ്ങൾ എടുത്തിട്ടും പേര് ധരിച്ചിട്ടും ഒക്കെ ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഭഗവാൻ ഇങ്ങനെ നമ്മളൊരു വിദ്യയുടെ കണ്ണിലൂടെ കാണുന്ന സമയത്ത് ഭഗവാൻ ഇതിനൊക്കെ അപ്പുറത്താണ്. എന്നാൽ നമ്മൾ മായയുടെ മണ്ഡലത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മളുടെ ചുറ്റുമുള്ളതൊക്കെ തന്നെ ഈശ്വരനാണെന്ന് നമ്മൾ അറിയുന്നില്ല. അവരവര് സ്വയം ഈശ്വരനാണ്. അവരവരുടെ ചുറ്റും നിൽക്കുന്ന ജീവനുള്ളതും അല്ലാത്തതുമായതൊക്കെ തന്നെയും ഈശ്വരനാണെന്നും നമുക്ക് മനസ്സിലാവണില്ല. അങ്ങനെ വിദ്യാശക്തിയും അവിദ്യാശക്തിയും നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് നമുക്ക് പല തരത്തിലും നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുകയോ മറക്കുകയോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആയിട്ടുള്ള ഭഗവാൻ അരൂപിയാണ്, രൂപമില്ല. രൂപമില്ലാത്ത ഭഗവാന് എത്രയോ അത്ഭുത രൂപങ്ങൾ സ്വീകരിക്കണം. രൂപമില്ലാത്ത ഭഗവാൻ ഒരു ചെറിയ ഒരു എലിയുടെ രൂപം സ്വീകരിച്ചാലും, ഒരു വണ്ടിന്റെ രൂപം സ്വീകരിച്ചാലും, ദേവി മാഹാത്മ്യത്തിൽ നമ്മൾ കാണുന്നതാണ്. ദേവി ഭ്രാമരിയായിട്ട് വരും, ഭ്രമരമായിട്ട് വരും, വണ്ടായിട്ട് വരും എന്ന് പറയുന്നു. ഏത് രൂപം ഭഗവതി സ്വീകരിച്ചാലും ഭഗവാൻ സ്വീകരിച്ചാലും അത് അത്ഭുത രൂപമാണ്. കാരണം എന്താണ്? രൂപമില്ലാത്ത ആളാണ്, രൂപമില്ലാത്ത ശക്തിയാണ് രൂപം ധരിച്ചു വന്നിരിക്കുന്നത്. അരൂപിയാണെങ്കിലും അത്ഭുതാകാരനാണ് ഭഗവാന്. അനേക രൂപങ്ങള്, അരൂപനാണെങ്കിലും ഒരു രൂപനാണ്, അനേക രൂപം, അത്ഭുത രൂപനാണ്. ഒരു ചെറിയ രൂപം ധരിക്കുമ്പോഴും അത്ഭുത രൂപനാണ്. അങ്ങനെയായിട്ടുള്ള ഭഗവാനെ, ഹേ വിഷ്ണു, സർവവ്യാപിയായിട്ടുള്ള ഭഗവാനെ, അവിടുന്ന് സച്ചിദാനന്ദ പരിപൂർണനാണ്. അങ്ങനെയുള്ള ഭഗവാനാണ് ഇവിടെ ലീലയാടാൻ വേണ്ടി പല രൂപങ്ങളും എടുത്ത് ഇവിടെ വരുന്നത്. അങ്ങനെയുള്ള ഭഗവാനെ അവിടത്തേക്കായിക്കൊണ്ട് നമസ്കാരം. നോതിര്യഞ്ചം ന മർത്യം ന ച സുരമസുരം ന സ്ത്രിയം നോ പുമാംസം ന ദ്രവ്യം കർമ്മജാതിം ഗുണമപി സദസത്വാപി ഹേ രൂപമാഹു ശിഷ്ടം യത്സ്യാൻ നിഷേധേ സതി നിഗമശതൈർലക്ഷണാവൃത്തിതസ്തത് കൃച്ഛ്രേണാവേദ്യമാനം പരമസുഖമയം ഭാതി തസ്മൈ നമസ്തേ. ഓരോരോ ശ്ലോകങ്ങൾ കഴിയുമ്പോഴും ഓരോരോ നമസ്കാരമുണ്ട്. അത് നമ്മൾ പ്രത്യേകിച്ചും ഓർമ്മിക്കണം. ആ നമസ്കാരം പറയുന്നതിന് മുമ്പ് ആ ശ്ലോകത്തില് എങ്ങനെയുള്ള ഭഗവാനെയാണ് നമസ്കരിക്കുന്നത് എന്നുള്ളത് പറയുന്നു. അപ്പോഴാണ് നമ്മള് ഈ ശ്ലോകത്തിന്റെ ശീർഷകം, ഈ ശ്ലോകത്തിന്റെ തലവാചകം, അതായത് ഇന്നതാണെന്ന് പറയുന്ന ഹെഡിങ്
എന്താണ്? നിഷ്കള ബ്രഹ്മോപാസനം. ആ നിഷ്കള ബ്രഹ്മോപാസനത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് മേൽപ്പത്തൂർ ആചാര്യന്റെ ഓരോ വർണ്ണനയും ഓരോ ശ്ലോകത്തിലുള്ളത്. ഇവിടെ എന്ത് പറയണു? ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഭഗവാൻ എത്ര തവണ മൃഗങ്ങളുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്. മത്സ്യത്തിന്റെ രൂപത്തില്, ആമയുടെ രൂപത്തില്, പന്നിയുടെ രൂപത്തില്, മത്സ്യകൂർമ്മ വരാഹം നമ്മൾ പറയുമല്ലോ. അങ്ങനെ എത്ര തവണ ഗജേന്ദ്രന്റെ മുമ്പിൽ ഭഗവാൻ മഹാവിഷ്ണുവായിട്ട് തന്നെ വന്നു. ഒരു ബ്രഹ്മാവിന് വേണ്ടിയിട്ട്, സ്വയംഭുവ മനുവിന് വേണ്ടിയിട്ട് പന്നിയായിട്ട് വന്നു. ഇവിടെ ഗജേന്ദ്രന് വേണ്ടിയിട്ട്, ഒരു ആനയ്ക്ക് വേണ്ടിയിട്ട് സാക്ഷാൽ ഹരിയായിട്ട്, അതൊരു അവതാരമായിട്ടാണ് കേട്ടോ ഹരിയായിട്ട് വരുന്നത്. ആ ഹരിയായിട്ട്, കാരണം എന്താ വെച്ചാല് അവിടെ വിഷ്ണുവായിട്ടുള്ള ഭഗവാൻ ഹരിയായിട്ട് വരുമ്പോ അച്ഛനും അമ്മയുടെയും പേരെടുത്ത് പറയുന്നുണ്ട്. ഹരിമേധസ്സും ഹരിണി എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെയാണ് താമസ മന്വന്തരത്തില്. അങ്ങനെ രണ്ടുപേരുടെ ഒരു പുരുഷന്റെ പത്നിയുടെ അവരുടെ മകനായിട്ടാണ് കുറച്ചു നേരത്തേക്ക്. പക്ഷെ വിഷ്ണുവിന്റെ രൂപം തന്നെയാണ്. ഗരുഡന്റെ മുകളിലാണ് സഞ്ചാരം. അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ കാണുന്നു. അപ്പൊ പക്ഷേ ഭഗവാൻ എപ്പോഴെങ്കിലും നമുക്ക് ഭഗവാനെ ഒരു മൃഗമാണ് എന്ന് പറഞ്ഞിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ? ഇല്ല. ഭഗവാൻ മർത്യരൂപത്തിൽ പലപ്പോഴും വന്നിട്ട്, കൃഷ്ണനായിട്ടും രാമനായിട്ടും വന്നതൊക്കെ മനുഷ്യരൂപത്തിലാണ്. പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും ഭഗവാൻ ഒരു മർത്യനാണെന്ന് പറയാൻ പറ്റൂ? അങ്ങനെ ഭഗവാനെ നമുക്ക് എനിക്ക് ഓരോ ഭഗവാനെ കണ്ടാൽ അറിയാം അത് ഈശ്വരനാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മർത്യരൂപം എടുത്ത് പറയാൻ പറ്റുമോ? ഇല്ല. സുരനാണോ? ഭഗവാനെ നമ്മൾ ദേവൻ എന്ന് വിളിക്കും. ഷൈൻ ചെയ്യണത്, പ്രകാശിക്കുന്നതാണ് ദേവൻ. നമ്മുടെയൊക്കെ മുകളിലുള്ള ഒരു സെലസ്റ്റിയൽ ബീയിങ്. പക്ഷെ ഭഗവാനെ നമുക്ക് സുരനാണെന്ന് പറയാൻ പറ്റുമോ? ദേവനാണെന്ന് പറയാൻ പറ്റുമോ? അസുരനാണ് ഭഗവാൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പ്രഹ്ലാദൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നെയാണ്. ഭക്തൻ എന്ന് നമ്മൾ പറയുമെങ്കിലും ഭഗവാൻ തന്നെ അത്രയും ഭഗവാനുമായിട്ട് അത്രയും താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള ആളാണ് പ്രഹ്ലാദൻ. അസുരനാണ്. പക്ഷെ നമുക്ക് ഭഗവാനെ ഒരിക്കലും ഒരു അസുരനായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഒന്നുമായിട്ട് നമുക്ക് ഭഗവാനെ താതാത്മ്യം ഉള്ളതായിട്ട് പറയാൻ പറ്റില്ല. ഒരു സ്ത്രീയാണെന്ന് പറയാൻ പറ്റുമോ? എത്ര ലക്ഷ്മി, പാർവതി, കാളി, ദുർഗ ഒക്കെ സ്ത്രീ രൂപങ്ങളല്ലേ? അത് ബ്രഹ്മമല്ലേ? പക്ഷെ ബ്രഹ്മം എന്നുള്ളത് സ്ത്രീയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പുരുഷനാണെന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. ന സ്ത്രീയം നോ പുമാംസം. പുരുഷനുമല്ല സ്ത്രീ, സ്ത്രീയുമല്ല പുരുഷനുമല്ല. ഇനിയോ ഇതൊക്കെ ജീവനുള്ളതാണ്. ഇപ്പൊ ഇത്ര നേരെടുത്ത് പറഞ്ഞത്. മൃഗം, മനുഷ്യൻ, ദേവൻ, അസുരൻ, സ്ത്രീ, പുരുഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ജീവനുള്ളതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നു. ഇനി അല്ലാണ്ട് പറയും ഒരു ദ്രവ്യം. ഭഗവാനെ ഏതെങ്കിലും ഒരു മണല് ദ്രവ്യമാണ്, അല്ലെങ്കിൽ ഇരുമ്പ് ദ്രവ്യമാണ്, അതല്ലെങ്കിൽ ഒരു തടിക്കഷ്ണം ജീവനില്ലാണ്ട് അത് ദ്രവ്യമാണ്, അരി ദ്രവ്യമാണ്. എല്ലാം ഇതൊക്കെ കാണുന്നതൊക്കെ മെറ്റീരിയൽസ് ഒക്കെ, മാറ്റർ ഒക്കെ ദ്രവ്യമാണ്. ആ ദ്രവ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇനി സൂക്ഷ്മതലത്തില് രൂപമൊന്നുമില്ല, കർമ്മമാണ് ഭഗവാൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. പിന്നെ ജാതിയാണെന്ന് പറയാൻ പറ്റും. ജാതി പറഞ്ഞ വെറൈറ്റി, പല പല തരത്തിലുള്ളത്. പല പല ജാതികളാണല്ലോ ലോകത്തില്. സസ്യം എടുത്തിട്ടുണ്ടെങ്കിൽ സസ്യത്തിൽ പല ജാതികളുണ്ട്. പാമ്പെടുത്താൽ അതിൽ പല ജാതികളുണ്ട്. മൃഗങ്ങളെ പൊതുവെടുത്താൽ നമ്മൾ പറയും പാമ്പ് എന്നൊരു ജാതി ഉണ്ട്, പിന്നെ ആന എന്നുള്ളൊരു ജാതി ഉണ്ട്. ആനകളെ എടുത്താൽ തന്നെ പലതരത്തിലുള്ള ആനകളെ പറ്റിയിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ? ഏഷ്യൻ എലിഫന്റിനെ പറ്റിയിട്ടും ആഫ്രിക്കൻ എലിഫന്റിനെ പറ്റിയൊക്കെ നമ്മൾ പറയില്ലേ? പലതരത്തിലുള്ള ജാതികളുണ്ട്. ആ ജാതിയാണെന്ന് പറയാൻ പറ്റൂ? ഏതെങ്കിലും ഒരു ഗുണമാണെന്ന് പറയാൻ പറ്റൂ? ചിലപ്പോ ഭഗവാൻ ഇങ്ങനെ അത്യന്തം സാത്വിക ഗുണം പ്രകടിപ്പിക്കും, സാത്വികമായിട്ടുള്ള രൂപം സ്വീകരിച്ചു വരും. ചിലപ്പോ താമസമായിട്ടുള്ള ഗുണം ഭഗവാൻ സ്വീകരിക്കും. താമസമായിട്ടുള്ള എത്രയാ ദേവി മാഹാത്മ്യത്തിലൊക്കെ ഭഗവതി എത്രയാണ് താമസ രൂപിണിയായിട്ട്, കുറുക്കൻ ഓരിയിടുന്നത് പോലെ ഓരിയിട്ടിട്ട് ധാരാള രൂപിണിയായിട്ട്, താമസ രൂപിണിയായിട്ട് കാണാം. പക്ഷെ ഗുണമായിട്ട് നമുക്ക് ദേവിയെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഭഗവാനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഉള്ളതാണെന്ന് പറയാൻ പറ്റുമോ? സദസദ്വാപി. സത്താണെന്ന് പറയാൻ പറ്റുമോ? അസത്താണെന്ന് പറയാൻ പറ്റുമോ? ഉള്ളതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ലാത്തതാണെന്ന് പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ആ ഭഗവാൻ
പിന്നെ എങ്ങനെയാണ് ഭഗവാനെ പറ്റി പറയുക? നേതി നേതി, ഇതല്ല, 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 ഇതല്ല. ലോകത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇതല്ല എന്ന് പറഞ്ഞാൽ അതൊന്നും അല്ല. അതിനെയൊക്കെ നമുക്ക് മാറ്റിവെക്കാം. അതിനെയൊക്കെ മാറ്റിവെച്ചാല് ബാക്കി എന്താണ് അവസാനിക്കുന്നത്? അതാണ് ഭഗവാൻ. ഇനി ഭഗവാനെ എടുത്താല് ഭഗവാൻ അല്ലാതെ ഇവിടെ വല്ലതും ഉണ്ടോ? ഈ പ്രപഞ്ചത്തിലെ മരമുണ്ടോ? കല്ലുണ്ടോ? നദിയുണ്ടോ? സമുദ്രമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഭഗവാനെ മാറ്റി നിർത്തിയിട്ട്. ഭഗവാൻ തന്നെയാണ് ഇതൊക്കെയായിട്ട് അവരവരെ തന്നെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് കാരണം ഭഗവാൻ അല്ലാതെ ഇവിടെ ഒന്നും ബാക്കിയില്ല. ഭഗവാനെ കഴിച്ചിട്ട് ഇവിടെ ബാക്കിയൊന്നുമില്ല. ഇവിടെ ഉള്ളതിനെയൊക്കെ മാറ്റി 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 നിർത്തിയാൽ ബാക്കിയാവണത് എന്താണോ അതാണ് ഭഗവാൻ. ഇങ്ങനെയുള്ള ഭഗവാനെ ഉപനിഷത്തുക്കൾക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇല്ല. വേദമാണെങ്കിലും വേദ അന്തർഹിതമായിട്ടുള്ള ഉപനിഷത്തുക്കളാണെങ്കിലും വേദത്തിലുള്ള സ്തുതികളാണെങ്കിലും അനേകം ഋക്കുകളില്ലേ ഋഗ്വേദത്തിലൊക്കെ ഭഗവാനെ വർണ്ണിക്കുന്നത്. അതിലൂടെയൊക്കെ ഭഗവാനെ പറ്റി വ്യക്തമായി പറയുന്നുണ്ടോ? ഇല്ല. വളരെ ഇവിടെ എടുത്തു പറയേണ്ട ലക്ഷണം നമുക്ക് സംസ്കൃതത്തില് പലപ്പോഴും ഒരു വർണ്ണനയെ പറ്റിയൊക്കെ പറയുന്ന സമയത്ത് ഈ ലക്ഷണങ്ങളെ പറ്റി പറയും. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു കാര്യത്തെ പറ്റി പറയാൻ പറ്റുക? ഒരു വസ്തു, ആ വസ്തുവിനെ എടുത്തിട്ട് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഇതൊരു മരത്തടിയാണ് എന്ന് പറഞ്ഞാൽ അത് മരത്തടിയാണ്. ഒരു വാക്കെടുത്തിട്ട് പറയാൻ പറ്റും. അതല്ലെങ്കിലോ നമുക്ക് പറയും, നമ്മളിപ്പോ പലപ്പോഴും ബസ് സ്റ്റോപ്പിലൊക്കെ KSRTC ബസ് കാത്തു നിൽക്കുന്ന പലരും ബസ് വരുമ്പോ ആന വരണു എന്ന് പറയും. കാരണം എന്താ വെച്ചാല് കേരള സർക്കാരിന്റെ ചിഹ്നം തന്നെ ആനയാണ്. ആനയുടെ ചിഹ്നമാണ് ഈ ബസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിന്റെയാണ്. അതുകൊണ്ട് ആന വരുന്നു എന്ന് പറഞ്ഞാൽ അത് സർക്കാരിന്റെ ബസ്സായിട്ടുള്ള KSRTC വരുന്നു എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കേൾക്കും. അപ്പൊ അവിടെ ആന എന്ന് പറയുന്നത് ആണോ ഉദ്ദേശിക്കുന്നത്? അല്ല, വേറെ എന്തോ ആണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പറയും മഞ്ഞപ്പട. ഫുട്ബോൾ കളിയുടെ മത്സരങ്ങളിലൊക്കെ നമ്മൾ പറയില്ലേ, മഞ്ഞപ്പട മൈതാനത്തിൽ ഇറങ്ങിയപ്പോ മഞ്ഞപ്പട എന്ന് പറഞ്ഞാൽ അതെന്താ, മഞ്ഞ ജേഴ്സി ഇട്ടിട്ടുള്ള കുറെ ഫുട്ബോളേഴ്സ്. അവരെ പറ്റി പറയുമ്പോ നമ്മൾ മഞ്ഞ എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, മഞ്ഞ ധരിച്ചിട്ടുള്ള ചിലര്. ആ ആൾക്കാരെയാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഫുട്ബോളേഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കളറല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അല്ലെങ്കിൽ ഒരു പട എന്ന് പറഞ്ഞാൽ സൈന്യം അല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഫുട്ബോളേഴ്സിനെയാണ്. അങ്ങനെ വ്യക്തമായിട്ടും അല്ലാണ്ടും പറയും. അങ്ങനെ ലക്ഷണങ്ങള് ഭഗവാനെ ഏതൊരു വസ്തുവിനെ പറ്റി പറയുമ്പോഴും വ്യക്തമായിട്ടും അവ്യക്തമായിട്ടും പല പല തരത്തിലുമാണ് ഓരോ വസ്തുക്കളെ നമ്മൾ റെഫർ ചെയ്യണത്. ഇപ്പം സംസ്കൃതത്തിൽ എപ്പോഴും പറയും ഗംഗായാം ഘോഷ എന്ന് പറയും. ഗംഗാ നദീതീരത്ത് കുറേ കുടിലുകൾ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഗംഗയിൽ കുടിലുകൾ ഉണ്ട് എന്ന് പറയും. നമ്മളപ്പോ ഇപ്പോഴും പറയാറില്ലേ, ആ റോട്ടിൽ തന്നെയാണ് ആ പിന്നെ ഷോപ്പ് ഉള്ളത് എന്ന് പറയും. ആ റോഡിൽ തന്നെയാണ് ആ കട. റോഡിലാണോ കട നിൽക്കുന്നത്? അല്ല, റോഡിന്റെ വക്കത്താണ് നിൽക്കുന്നത്. അപ്പൊ റോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടുന്ന് മനസ്സിലാവും അത് റോഡിന്റെ വക്കാണെന്ന്. റോഡിൽ കട ഉണ്ടാവില്ല. റോഡിന്റെ വക്കത്താണ് കട നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പൊ പലതും പറയാൻ വേണ്ടി നമ്മൾ നേരിട്ടിട്ടായിരിക്കില്ല പറയുക, വേറെ പലതും കൊണ്ടായിരിക്കും പറയുക. അപ്പോ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും പറയുക. അങ്ങനെ വേദത്തിന് പോലും നമുക്ക് പലപ്പോഴും ഉപനിഷത്തിന് പോലും നമുക്ക് ഭഗവാനെ പറ്റി പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോ ഉപനിഷത്തുക്കളിലൂടെ നമ്മൾ പലപ്പോഴും പറയും വേദത്തിലൂടെയാണ് നമുക്ക് ഭഗവാനെ അറിയാൻ വേണ്ടി പറ്റുന്നത്. വേദം എങ്ങനെയാണ് അറിയിപ്പിക്കുന്നത്? നേരിട്ട് പറഞ്ഞു തരുന്നുണ്ടോ ഭഗവാനെ? ഇല്ല. ഇങ്ങനെയുള്ള നേർക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് അല്പം വളഞ്ഞിട്ടും കുറച്ച് നല്ലോണം വളഞ്ഞിട്ടും, നമ്മളിപ്പോ കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞില്ലേ, അതുപോലെയൊക്കെയാണ് പറയാൻ വേണ്ടി പറ്റുക. അങ്ങനെ പറഞ്ഞിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഭഗവാനെ അറിയിപ്പിക്കാൻ പറ്റുന്നത്. കാരണം എന്താണ്? വാക്കുകൊണ്ട് അറിയിപ്പിക്കാൻ പറ്റില്ല, മനസ്സുകൊണ്ട് അറിയിപ്പിക്കാൻ പറ്റില്ല, ബുദ്ധി കൊണ്ട് അറിയിപ്പിക്കാൻ പറ്റില്ല. മനസ്സും വാക്കും ബുദ്ധികളും അല്ലേ നമ്മളുടെ കയ്യിലുള്ള ഉപകരണങ്ങള്. പിന്നെ എങ്ങനെ അതിലൂടെ മനസ്സിലാക്കുക?
കഷ്ടപ്പെട്ട് എങ്ങനെയോ പറയണൂന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ആരെയാണോ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് മാത്രം അറിയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കാന്ന് മാത്രം. അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങനെയുള്ള സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഇങ്ങനെയാണ് 3-ാമത്തെ ശ്ലോകം. 4-ാമത്തെ ശ്ലോകം. മായായാം ബിംബിതസ്ത്വം സൃജസി മഹദഹങ്കാര തന്മാത്രഭേദൈർ ഭൂതഗ്രാമേന്ദ്രിയാദ്യൈരപി സകല ജഗത്സ്വപ്ന സങ്കൽപ്പകൽപ്പം ഭൂയ സംഹൃത്യ സർവം കമഠൈവ പദാന്യാത്മനാ കാലശക്തിയാ ഗംഭീരേ ജായമാനേ തമസി വിതിമിരോ ഭാസി തസ്മൈ നമസ്തേ. സൃഷ്ടിയൊന്നുമില്ലാത്തൊരു കാലമുണ്ട് അല്ലേ? എല്ലായ്പ്പോഴും സൃഷ്ടിയില്ല. സൃഷ്ടിയില്ലാത്തൊരു കാലമുണ്ട്. ആ സൃഷ്ടിയില്ലാത്ത കാലത്തില് സൃഷ്ടിക്കാൻ അങ്ങോട്ട് ഭഗവാൻ നിശ്ചയിക്കുന്ന സമയത്ത് എങ്ങനെയാണ് സൃഷ്ടി തുടങ്ങുന്നത്? ആദ്യം മഹത്തത്വം ഉണ്ടായിരിക്കും. ബുദ്ധി തത്വമാണ് മഹത്തത്വം. ആ മഹത്തത്വത്തിൽ നിന്ന് അഹം തത്വം ഉണ്ടാവും. ഇത് നമ്മൾ പല പ്രാവശ്യം നാരായണീയത്തിലും ഭാഗവതത്തിലും ഒക്കെ നമ്മൾ തുടക്കം തൊട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ തത്വം നമ്മൾ പല പ്രാവശ്യം കേൾക്കും. പിന്നെ ഭാഗവതത്തിലാണെങ്കിൽ ഭാഗവതത്തില് 2-ാമത്തെ സ്കന്ധത്തില് 3-ാമത്തെ സ്കന്ധത്തില് പിന്നെ അത് കഴിഞ്ഞിട്ട് പല പല ഉപദേശങ്ങളിലും കപിലോപദേശം 3-ാമത്തെ സ്കന്ധത്തിലാണ്. നിമി നവയോഗി സംവാദത്തില് ഇടയിൽ പല സ്ഥലത്തും സൃഷ്ടിയെ പറ്റി പറയുമ്പോഴൊക്കെ തന്നെയും നമ്മൾ ഇത് ഓർമ്മിക്കാറുള്ളതാണ്. ആദ്യം മഹത്തത്വം സൃഷ്ടി നടക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആദ്യം ഗുണത്തിന്റെ സാമ്യ അവസ്ഥയിൽ ഒരു വ്യത്യാസം വരും. 3ആയി പിരിഞ്ഞു നിൽക്കും ഗുണങ്ങള്. അതിന്റെ സാമ്യ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും, ബാലൻസിൽ വ്യത്യാസം വരും. അപ്പോഴേക്കും മഹത്തത്വം സംജാതമായിരിക്കും, ബുദ്ധിതത്വം. അതിൽ നിന്ന് അഹം തത്വം വരും. അഹം തത്വം 3ആയി വേറിട്ട് നിൽക്കുന്ന സത്വഗുണത്തിനോടും രാജസിക ഗുണത്തിനോടും താമസിക ഗുണത്തിനോടും ചേരുമ്പോൾ, താമസിക ഗുണത്തിനോട് ചേരുമ്പോൾ ഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ ഉണ്ടായിരിക്കും. രാജസിക ഗുണത്തിനോട് ചേരുമ്പോൾ ഈ പഞ്ചഭൂതങ്ങളെയൊക്കെ നമുക്ക് അനുഭവിക്കാൻ പാകത്തിന്, അറിയാൻ പാകത്തിനുള്ള നമ്മളുടെ ഇന്ദ്രിയങ്ങള്. അതിനപ്പുറത്ത് സാത്വിക ഗുണത്തിനോട് ഈ അഹന്തത്വം ചേരുന്ന സമയത്ത് മനസ്സിന്റെ വൃത്തികള്, അതില് ഓരോന്നിന്റെയും ഈശ്വരന്മാര്. പഞ്ചഭൂതങ്ങൾക്ക്, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതുപോലെ അറിയാനുള്ള പഞ്ച ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ട്. അതിന്റെ ദേവതമാര്, മനസ്സിന്റെ വൃത്തികളുടെ ദേവതമാര്, 14 ദേവതമാരെ പറ്റിയൊക്കെ നമ്മൾ ഓർമ്മിക്കും. ഇതൊക്കെ സൃഷ്ടികാലത്ത് ഭഗവാനിൽ നിന്ന് പ്രൊജക്റ്റഡ് ആവുന്നതാണ്. ഭഗവാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൽ അധികം നല്ലത് സർജിച്ചു എന്ന് പറയുന്നതാണ്. അതായത് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നതിന് പകരം പ്രൊജക്റ്റ് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും ശരിയെന്ന് എപ്പോഴും ആചാര്യന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തും. ഭഗവാൻ എവിടുന്നും സാധനങ്ങൾ കൊണ്ടുവന്ന് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കുറച്ച് കൽപ്പണിക്കാരും മരപ്പണിക്കാരും എവിടുന്നൊക്കെയോ മരം കൊണ്ടുവന്നു, ജനലാക്കി, വാതിലുകളാക്കി, കല്ലുകൾ കൊണ്ടുവന്ന് വെട്ടുകല്ലാക്കി, എന്നിട്ട് ഒരു വീട് പണിതു എന്ന് പറയുമ്പോൾ അവിടെ പണിതു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയാം. പക്ഷെ ഭഗവാൻ തൻ്റെ ഉള്ളിൽ നിന്ന് ഈ ശക്തികളെയൊക്കെ പുറത്തേക്ക് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് ഇതിനൊക്കെ ഉള്ള പോലെ ആക്കി തീർത്തു. ഒരു പ്രതീതി ഉണ്ടാക്കി സൃഷ്ടിച്ചു എന്ന്. അപ്പൊ അതിനെ സൃഷ്ടി എന്ന് പറയുന്നതിന് പകരം പ്രൊജക്റ്റ് ചെയ്തു എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം നമ്മളൊരു കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ ഇമേജ് കണ്ണാടിയിൽ, നമ്മളുടെ പ്രതിബിംബം കണ്ണാടിയിൽ വരുമ്പോൾ നമുക്ക് ആ പ്രതിബിംബത്തെ സൃഷ്ടിച്ചു എന്ന് പറയുന്നതാണോ ശരി? അതോ നമ്മൾ ഇവിടെ നിന്നതുകൊണ്ട് ആ ഇമേജ് അവിടെ പ്രൊജക്റ്റഡ് ആയി എന്ന് പറയുന്നതാണോ ശരി? പ്രൊജക്ടർ എന്നല്ലേ നമ്മൾ സിനിമ നമ്മളുടെ മുമ്പിൽ കണ്ണിൽ കാണിച്ചു തരുന്ന ആ ഡിവൈസിനെ, ആ മെഷീനെ നമ്മൾ പ്രൊജക്ടർ എന്ന് പറയുന്നത് എത്ര ഭംഗിയായിട്ടുള്ളൊരു എക്സ്പ്രഷൻ ആണെന്ന് നോക്കൂ. അതുപോലെയാണ് ഭഗവാൻ ഇതൊക്കെ തന്നെ തൻ്റെ ഉള്ളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് സ്വപ്ന സങ്കല്പം പോലെ. നോക്കൂ, നമ്മൾ ഈ കാണുന്ന ഈ ഒരു ലോകമുണ്ടല്ലോ, ഈ ലോകത്തില് ഭംഗിയുള്ള വസ്തുക്കള്, അമ്പരം, അതായത് ആകാശം മുട്ടുന്ന സ്കൈ സ്ക്രേപ്പേഴ്സ്, അങ്ങനെയുള്ള തന്നെ അമ്പരചുംബികൾ എന്നാണ് മലയാളത്തിൽ പറയുക. ആകാശത്തിനെ ഉമ്മ വെക്കുന്ന പോലെയുള്ള ബിൽഡിങ്സ്, അതും
അതേപോലെ കുടിലുകള്, പൊളിഞ്ഞു വീണു പോയിട്ടുള്ള കുടിലുകള്, അതേപോലെ സമുദ്രം ആർത്ത് അ- ആ- അലയടിച്ച് ഇരിക്കുന്ന സമുദ്രം, മരുഭൂമി, ഒരു തുള്ളി വെള്ളമില്ലാത്ത മരുഭൂമി, ഇതൊക്കെ ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രപഞ്ചം ഒരു സ്വപ്ന സങ്കല്പമാണ്. ഒരു ഗന്ധർവ നഗരം പോലെയാണിത്, സ്വപ്ന നഗരമാണിത്. അങ്ങനെ ഭഗവാൻ ഇതിനെയൊക്കെ സൃഷ്ടിക്കുന്നു. ഇതിനെയാണ് നമ്മൾ സൃഷ്ടി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് സംഹരിക്കണു ഭഗവാൻ എന്ന് പറയുന്നു. ഭഗവാൻ ഒരു വടിയോ അല്ലെങ്കിൽ ഗദയോ എടുത്ത് വന്ന് തല്ലി തകർക്കല്ല സംഹാരം എന്ന് പറഞ്ഞാല്. ഈ ഭുവനത്തിനെ മുഴുവനും, ഈ പ്രപഞ്ചത്തെ മുഴുവനും ഭഗവാൻ സംഹരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല്, ഒരു ആമ ആമ അതിന്റെ കാലുകളെ പിന്നിലേക്ക് വലിക്കും. ആമ പുറത്തേക്ക് കാല് വെച്ച് നടന്ന് നടന്ന് വരും. ആമ കാല് മുഴുവനും ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് പിന്നെ ആമയുടെ ഷെല്ല് മാത്രമേ നമ്മൾ കാണുള്ളൂ. അപ്പൊ ഉള്ളിലേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. ഈ തന്നിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തതിനെ ഭഗവാൻ ഉള്ളിലേക്ക് വലിക്കുന്നതിനെയാണ് നമ്മള് സംഹാരം അഥവാ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോ ക്രിയേഷൻ, മെയിൻ്റനൻസ്, ഡിസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞ വാക്കുകൾക്ക് വേറെ തന്നെ അർത്ഥമാണുള്ളത്. പ്രൊജക്റ്റ് ചെയ്യണു, അതിനെ ഇവിടെ ഉള്ള പോലെ നിലനിർത്തണു, അവസാനം ഭഗവാൻ അതിനെ തൻ്റെ ഉള്ളിലേക്ക് വലിക്കണു. അതുകൊണ്ട് ഭഗവാനെ ജനാർദ്ദനൻ എന്ന് വിളിക്കും. അതായത് എല്ലാത്തിനെയും സംഹരിക്കുന്നവൻ, മർദ്ദിക്കുന്നവൻ, സംഹരിക്കുന്നവൻ, എല്ലാത്തിനെയും വിഴുങ്ങുന്നവൻ. ഭഗവാന്റെ കുക്ഷിയിലാണ് എല്ലാം എന്ന് പറയും. കാരണം എന്താ? ഭഗവാൻ എല്ലാം പിൻവലിച്ച് അവരവരുടെ ഉള്ളിലേക്കാണ് എടുക്കുന്നത്. സൃഷ്ടിയെയും അവസാനം സംഹാരത്തെയൊക്കെ നമ്മള് ആ അർത്ഥത്തിൽ വേണം മനസ്സിലാക്കാൻ. ആമ കാല് പിൻവലിക്കുന്നത് അവിടെ പറയുന്നുണ്ട്. കമഠ ഇവ, കമഠം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആമ, കമഠ ഇവ പദാന്യാത്മന കാലശക്തിയ, കാലശക്തി കൊണ്ട് എല്ലാത്തിനെയും പ്രൊജക്റ്റ് ചെയ്യണു, കാലശക്തി കൊണ്ട് എല്ലാത്തിനെയും തന്നിലേക്ക് എടുക്കണു. അങ്ങനെയുള്ള ആ ഭഗവാൻ എല്ലാത്തിനെയും എടുത്തു കഴിഞ്ഞാലോ പിന്നെ ഇവിടെ എന്താ ഉള്ളത്? ഇരുട്ട് മാത്രമുണ്ട്. ആ ഇരുട്ടിൽ ഒന്ന് പ്രകാശിക്കണം. അതെന്താണ്? ഭഗവാൻ. ആരാ? നമുക്ക് ഇരുട്ടിൽ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ ഒരു ടോർച്ച് കൊണ്ടുവന്ന് അടിക്കണം, അല്ലെങ്കിൽ മുകളിലത്തെ വിളക്ക്, ഇലക്ട്രിക് ലൈറ്റ് ഇടണം, അതല്ലെങ്കിൽ ഒരു റാന്തൽ കൊണ്ടുവരണം, പെട്രോമാക്സ് കൊണ്ടുവരണം. പക്ഷെ ഭഗവാൻ പ്രകാശിക്കണു എന്ന് പറയുമ്പോൾ ഭഗവാൻ സ്വയം പ്രകാശനാണ്. ഭഗവാന് വേറെ പ്രകാശമൊന്നും വേണ്ട, വിളക്കൊന്നും വേണ്ട. ഭഗവാന് തിളങ്ങാൻ, വിളങ്ങാൻ. അങ്ങനെ എല്ലായിടത്തും എല്ലാം അവസാനിച്ചു കഴിഞ്ഞ അവസ്ഥയാണ് പരമമായിട്ടുള്ള തമസ്, ഇരുട്ട് എന്ന് പറയുന്നത്, അന്ധകാരത്തിന്റെ പരപ്പ്. പക്ഷെ അവിടെ ഒന്ന് വിളങ്ങുന്നു, അത് ഭഗവാൻ. ആ ഭഗവാൻ അങ്ങനെ വിളങ്ങി നിൽക്കും. പിന്നെ ഒരു സൃഷ്ടി നടത്തണം എന്ന് തോന്നുമ്പോൾ തന്നിൽ നിന്നെല്ലാം പ്രൊജക്റ്റ് ചെയ്തിട്ട് വീണ്ടും സൃഷ്ടി നടക്കുന്നു. അങ്ങനെ ആ പ്രക്രിയ മുന്നോട്ട് പോകുന്നു. ഇതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള ആൾ ആരാണോ ആ പ്രകാശത്തിന്, പരമമായിട്ടുള്ള പ്രകാശത്തിന് തസ്മൈ നമസ്തേ, അതിനായിക്കൊണ്ട് നമസ്കാരം. ഗംഭീരേ ജായമാനേ തമസി വിധിമിരോ ഭാസി, അങ്ങനെ പ്രകാശിക്കുന്ന ആ ഭഗവാന് നമസ്കാരം. 5ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ശബ്ദബ്രഹ്മേതി കർമ്മേതി അണുരീതി ഭഗവൻ കാലയിത്യാലപന്തി ത്വാമേകം വിശ്വഹേതും സകലമയതയാ സർവഥാ കൽപ്യമാനം വേദാന്തൈര്യത്തു ഗീതം പുരുഷപരചിതാത്മാഭിതം തത്തു തത്വം പ്രേക്ഷാമാത്രേണ മൂലപ്രകൃതി വികൃതികൃത് കൃഷ്ണ തസ്മൈ നമസ്തേ. എന്തൊക്കെയായിട്ടാണ് ഭഗവാനെ ജനങ്ങൾ അറിയുന്നത്? നമ്മളുടെ ഭാരതത്തെ എടുത്താൽ ഇവിടെ 6 ദർശനങ്ങളുണ്ട്. ദർശനം എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ച. ഈ 6 ദർശനങ്ങളെയാണ് നമ്മൾ 6 ഫിലോസഫികൾ എന്ന് പറയുന്നത്. ഈ ദർശനങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പറയാറുണ്ട് സാഖ്യം, യോഗം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, മീമാംസ അഥവാ വേദാന്തം. 6 ഈ 6 കാഴ്ചകളാണ്. പരമമായിട്ടുള്ള തത്വത്തെ കാണാനുള്ള ഒരു ശ്രമം. അതിന്റെ അത് തരണ, ദർശനം തരണ 6 മാർഗങ്ങളാണിത്. ഈ ഓരോ ദർശനത്തിലും അമർന്നു നിൽക്കുന്നവരും, വേദാന്തത്തിൽ അമർന്നു നിൽക്കുന്നവര്, പൂർവമീമാംസയിൽ അമർന്നു നിൽക്കുന്നവര്, ന്യായത്തിലും
വൈശേഷത്തിലും അമർന്നു നിൽക്കുന്നവര്, പിന്നെ സാഖ്യത്തിലും യോഗത്തിലും നിൽക്കുന്നവര്, അവരൊക്കെ കാണുന്നത് ഭഗവാനെ ഓരോന്നായിട്ടായിരിക്കും കാണുക. ഇപ്പോ പൂർവമീമാംസയിലുള്ളവർക്ക് സംബന്ധിച്ചിടത്തോളം ഒരു ഈശ്വരൻ എന്നുള്ള സങ്കല്പമല്ല, അതിലധികം കർമ്മമാണ് ഈ നൈയാമിക ശക്തി. അതാണ് കർമ്മമായിട്ടാണ് അവർ ഈ പ്രപഞ്ചത്തിന്റെ കൺട്രോളിങ് പവറിനെ വിചാരിക്കുന്നത്. അത് വൈശേഷികത്തിലുള്ളവരാണെങ്കിലോ അണുവായിട്ട്, കണാദനെ എന്നുള്ള മഹർഷിയെ പറ്റി നമ്മൾ പറയണ്ടല്ലോ, അണുവായിട്ടാണ് ആത്യന്തിക സത്യത്തെ അവർ കാണുന്നത്. വേദാന്തികളാണെങ്കിൽ ബ്രഹ്മമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഓരോരുത്തരും ശബ്ദബ്രഹ്മം എന്ന് പറയും ചിലര് ഭഗവാനെ, പരമാത്മാവ് എന്ന് പറയും ചിലര് ഭഗവാനെ, ചിലര് നമ്മളെ പോലെയുള്ളവരൊക്കെ ഭഗവാൻ എന്ന് പറയും. ഇങ്ങനെ പലതുമാണ് ഭഗവാൻ എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയുള്ള ആ ശക്തിയാണ് ഈ ലോകത്തിന്റെ കാരണമായിട്ടുള്ള ശക്തിയെ, അങ്ങനെ നൈയാമികമായിട്ടുള്ള ശക്തിയെ ഇന്നതാണെന്ന് നമ്മൾ ഓരോരുത്തർ ഓരോ മാർഗത്തിലൂടെ ചരിക്കുന്നവർ ഓരോന്ന് വിളിക്കും. അങ്ങനെയുള്ള ആ ശക്തി എങ്ങനെയാണ് നമ്മൾ അതൊക്കെ കണ്ടുപിടിക്കുക? എങ്ങനെയാണ് അതിന്റെ വാസ്തവം നമുക്കറിയാം? നമ്മളൊക്കെ ഈ പ്രപഞ്ചത്തിലുള്ളവരാണ്. പ്രപഞ്ചത്തിനെ കാരണമായിട്ടുള്ള ഭഗവാനെ പറ്റിയാണ് നമ്മൾ ഇപ്പൊ പറയാൻ വേണ്ടി പുറപ്പെടുന്നത്. എങ്ങനെ പറയാൻ പറ്റും? കാരണം പ്രപഞ്ചത്തില് ഭഗവാന്റെ സൃഷ്ടിയാണ് നമ്മള്. ഈ സൃഷ്ടിക്കപ്പെട്ടതിന് സൃഷ്ടിച്ചവനെ മനസ്സിലാക്കാൻ പറ്റൂ. ക്രിസ്തീയ മതത്തിൽ പലപ്പോഴും അവർ പറയുന്നതാണ്, മെനയപ്പെട്ടതിന് മെനഞ്ഞവനെ മനസ്സിലാക്കാൻ പറ്റൂ. സൃഷ്ടിക്കപ്പെട്ടത് അതിന് സൃഷ്ടി ചെയ്തവനെ മനസ്സിലാക്കാൻ പറ്റൂ? മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു കമ്പ്യൂട്ടറിൽ ഞാനൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി, എങ്ങനെയൊക്കെയോ അതങ്ങനെ അത് ഒന്നിച്ച് ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കി. ആ കമ്പ്യൂട്ടറിൽ ഞാൻ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന ഇൻഫർമേഷനെ അതിന് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ വയസ്സ് 2000 ആണ് എൻ്റെ വയസ്സ് എന്നുള്ളത് നമുക്ക് സാധാരണ മാക്സിമം ഒരു 2 ഡിജിറ്റ്, മാക്സിമം നമുക്കൊരു 3 ഡിജിറ്റിലെ വയസ്സ് പറയാൻ പറ്റും. 100 വയസ്സായി, എനിക്ക് 101 വയസ്സായി. ഞാൻ 2000 വയസ്സായി എന്ന് ഞാൻ അതിന് പറഞ്ഞു കൊടുത്താൽ അത് അങ്ങനെ എടുക്കും. അങ്ങനെയല്ലേ? അപ്പൊ ഉണ്ടാക്കപ്പെട്ടതിന് ഉണ്ടാക്കിയവനെ പറ്റി എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും? ഉണ്ടാക്കിയവൻ എത്ര ഈ ഉണ്ടാക്കപ്പെട്ട വസ്തു എത്രത്തോളം എന്നെ മനസ്സിലാക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചോ അത്രയും അത് മനസ്സിലാക്കുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഈ പ്രപഞ്ചം മുഴുവനും ഭഗവാൻ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? മൂലപ്രകൃതി മായയില് തന്റെ കൺകോണുകൊണ്ട് ഒന്നൊരു നോട്ടം നോക്കിയിട്ടാണ് ഇത് മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ വ്യക്തിയാണ് നമ്മള് അപഗ്രഥിച്ച് നമ്മൾ ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് ചട്ടക്കൂട്ടിൽ ഒതുക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെയുള്ള ഹേ ഭഗവാനെ, അവിടുത്തേക്കായിക്കൊണ്ട് എന്റെ നമസ്കാരം. അടുത്തത്, സത്വേന സത്തയാവാന ചഖലു സദസത്വേന നിർവാച്യരൂപ ദത്തേയാസാവവിദ്യ ഗുണഭണിമതിവ വിശ്വദൃശ്യാവഭാസം വിദ്യാത്വം സൈവയാദാ ശ്രുതിവചനലവൈര്യത്കൃപാസ്യന്തലാഭേ സംസാരാരണ്യസദ്യ ത്രുടന പരശുതാമേതി തസ്മൈ നമസ്തേ. ഇതിവിടെ ഈ പ്രപഞ്ചത്തെ നോക്കിയിട്ട് നമുക്ക് ഇതിവിടെ ഉണ്ടെന്നോ ഇല്ലാന്നോ എന്ന് പറയാൻ പറ്റില്ല. സത്താണോ അസത്താണോ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയല്ല. അതിപ്പോ ഒരു കയർ കഷ്ണത്തിന്റെ മുകളിലെ പാമ്പ് കിടക്കുകയാണ്. പാമ്പ് അവിടെ ഉണ്ടോന്ന് ചോദിച്ചാൽ വെളിച്ചമില്ല, ഞാനത് പാമ്പാണ് എന്ന് പറയുന്നു. ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് പാമ്പ് ഉണ്ട്. അത് കഴിഞ്ഞ് വെളിച്ചം കൊണ്ടുവന്നു, ആ സമയത്ത് പാമ്പില്ല. അപ്പൊ എനിക്ക് അവിടെ പാമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തറച്ചു പറയാറാവും. ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ ആസ്പദിച്ചിട്ടല്ല, അതിനെ ആധാരിതമാക്കിയല്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല അത് പറയുന്നത്. പിന്നെയോ എൻ്റെ അറിവനുസരിച്ചിട്ടാണ് പറയുന്നത്. പാമ്പുണ്ടെന്ന് ഞാൻ വിചാരിക്കണു, അങ്ങോട്ട് പോവാൻ പേടിയുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം പാമ്പ് അവിടെ ഉണ്ട്.
വെളിച്ചം വന്നപ്പം പാമ്പ് അവിടെ ഇല്ലാന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പൊ പാമ്പ് ഇല്ല. ഉണ്ട് എന്നും ഇല്ല എന്നും പറയണത് അതിന്റെ ആധാരം ആയിട്ട് എന്താണ് അത് നോക്കിയല്ല. നമ്മളത് വിചാരിക്കും നമ്മളുടെ അറിവനുസരിച്ചിട്ടാണ്. അപ്പോ ആ വിദ്യ യഥാർത്ഥത്തിലുള്ള അറിവ് നമുക്ക് കൈവന്നാൽ നമുക്ക് പറയാം അവിടെ പാമ്പില്ല എന്ന് പറയാം. അതുപോലെ ഈ പ്രപഞ്ചം എന്നുള്ളത് നമ്മൾ കാണുന്നത് പോലെ ഒരു ഒരു മരം, അത് നമുക്ക് തൊട്ടാൽ മരം അവിടെ ഉണ്ട്. ഇല്ല എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. ഒരു ചുമരിന്റെ അടുത്ത് പോയിട്ട് മുട്ടി നമ്മളുടെ തല മുട്ടി നിൽക്കുന്ന സമയത്ത് ചുമരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രപഞ്ചത്തിന്റെ ഉണ്ടോന്ന് പറയാൻ പറ്റില്ല, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ നമുക്ക് ഉണ്ടെന്ന് നമ്മൾ ഉറച്ചു പറയും. യഥാർത്ഥ സ്വരൂപം മനസ്സിലാവണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. സംസാരാരണ്യ സദ്യസ്തൃടന പരശുതാമേതി തസ്മൈ നമസ്തേ യത്കൃപാസ്യന്തലാഭേ. എന്തൊക്കെ പറഞ്ഞു കേട്ടാലും ഭഗവാന്റെ അനുഗ്രഹം വരുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ദർശനം വരുന്നത്. ഈ സംസാരത്തിൽ നമ്മളിങ്ങനെ നിന്ന് നമ്മൾ മുങ്ങിപ്പൊങ്ങുകയാണ്. ഒരാള് അവരവരുടെ അസുഖത്തെ പറ്റി വിഷമിക്കും. എനിക്ക് ആയുസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കും. വേറൊരാള് തന്റെ കുട്ടികളെ പറ്റി വിഷമിക്കും. അവർക്ക് ജോലിയില്ല, അവർ ദാരിദ്ര്യം അനുഭവിക്കണോ, അതല്ലെങ്കിൽ അവരെ പോലീസ് പിടിക്കണോ, അറസ്റ്റ് ചെയ്യണോ. എന്തൊക്കെ തരത്തിലാണ് നമ്മൾ ഈ സംസാരക്കാട്ടില് ഇരുന്ന് ദുഃഖിക്കുന്നത്. ഈ സംസാരക്കാടിനെ ഛേദിച്ച് കളയണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമാകുന്ന പരശു എന്ന് പറഞ്ഞ മഴു നമുക്ക് കിട്ടണം. അപ്പോഴേ നമുക്ക് ഈ കാട്ടില് മരങ്ങൾ നിറഞ്ഞു നിൽക്കണ ഈ കാട്ട് സംസാരക്കാട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഉള്ള പരശുവാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനായിക്കൊണ്ട് എനിക്ക് തസ്മൈ നമസ്തേ, അതിനായിക്കൊണ്ട് നമസ്കാരം. ഭൂഷാസു സ്വർണവദ്വാ ജഗതി ഘടശരാവാദികേ മൃത്തികാവത് തത്വേ സഞ്ചിന്യമാനേ സ്ഫുരതി തദധുനാപ്യദ്വിതീയം വപുസ്തേ സ്വപ്നദ്രഷ്ടു പ്രബോധേ തിമിരലയവിധൗ ജീർണരജ്വാശ്ച യദ്വത് വിദ്യാലാഭേ തഥൈവ സ്ഫുടമപി വികസേത് കൃഷ്ണ തസ്മൈ നമസ്തേ. ഇനിയും പറയുന്നു, ഭഗവാൻ മാത്രമേ ഇവിടെ ഉള്ളൂ, ഭഗവാൻ അല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഏതുപോലെയാന്ന് വിചാരിച്ചാല് ഒരു നല്ല 5 പവനുള്ള ഒരു മാല, അത് ഉരുക്കിയിട്ട് അടുത്ത നിമിഷം അതുകൊണ്ട് കുറച്ച് വളകൾ ഉണ്ടാക്കി. ഇപ്പൊ മാലയായ സമയത്ത് മാല ഉണ്ടായിരുന്നു, ഇപ്പൊ അവിടെ വളയുള്ളൂ. ഇവിടെ മാലയില്ല, വളയുണ്ട്. ആ വളയെടുത്ത് ഉരുക്കി ഒരു കമ്മൽ ഉണ്ടാക്കിയാല് മാലയില്ല, വളയില്ല, കമ്മല് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം, ഇതിലെല്ലാം മാലയായിരുന്നപ്പോഴും കമ്മലായിരുന്നപ്പോഴും വളയായിരുന്നപ്പോഴും അതിൽ സ്വർണമുണ്ടായിരുന്നു. സ്വർണമുണ്ട്, മാലയില്ല. മാലയില്ലേ, മാലയുടെ ഷേപ്പിൽ നിൽക്കുമ്പോ ഉണ്ട്. അത് വേറെ സ്വർണം മറ്റൊന്നാക്കി കഴിയുമ്പോ മാലയില്ല, അതില് കമ്മലുണ്ട്, അല്ലെങ്കിൽ അവിടെ വളയുണ്ട്. ഇതുപോലെ ഒരു മണ്ണെടുത്തിട്ട് ഒരു കലമുണ്ടാക്കി. ആ സമയത്ത് കലമുണ്ട്. ആ കലത്തിന് ഉപയോഗിച്ച മണ്ണ് തന്നെ ഉണങ്ങണതിന്റെ മുമ്പേ ആ മണ്ണെടുത്ത് രണ്ടാമത് ഒരു കുടമുണ്ടാക്കിയാല് ആ സമയത്ത് ഇപ്പൊ കലമില്ല, കുടമുണ്ട്. ആ മണ്ണും 2 സമയത്തും മണ്ണുണ്ട്. അവിടെ ആഭരണത്തിന് സ്വർണം മാത്രമേ ഉള്ളൂ, ആഭരണം മാലയും വളയില്ല എന്ന് പറയുന്നത് പോലെ ഇവിടെ മണ്ണ് മാത്രമേ ഉള്ളൂ, ഇവിടെ കലവും കുടവും ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ സൃഷ്ടി. ഇത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിലോ നമുക്ക് ഉണരണം. നമുക്കത് ഇപ്പൊ ഫീൽ ചെയ്യില്ല. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യില്ല. ഉറങ്ങണ ഒരാൾക്ക് അയാൾ സ്വപ്നം കാണുകയാണ്, അയാൾക്ക് അറിയോ അയാൾ സ്വപ്നം കാണുകയാണെന്ന്? ഇല്ല. അയാളോട് നമ്മളിവിടെ ഉണർന്ന് നിൽക്കണം, അയാൾ സ്വപ്നം കണ്ടിട്ട് അനുഭവിക്കുന്നതൊക്കെ നമ്മൾ കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. നമ്മൾ അയാളോട് പറയാണ് നിങ്ങൾ സ്വപ്നം കാണുകയാണ് എന്ന് പറഞ്ഞാൽ അയാൾക്കത് മനസ്സിലാവില്ല. അയാളെ നല്ലപോലെ ഒന്ന് തട്ടി ഉണർത്തി അയാൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അയാളോട് നമ്മൾ പറയണ്ട നിങ്ങൾ സ്വപ്നം കാണുകയായിരുന്നു എന്ന് പറയണ്ട. അയാൾക്ക് മനസ്സിലാവും കണ്ടത് സ്വപ്നാണെന്ന്. ഇതുപോലെയാണ് ഈ പ്രപഞ്ചവും സൃഷ്ടിയും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് മായയാണ് എന്നൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ
നമുക്ക് വിദ്യ ലഭിക്കണം. വിദ്യ ലഭിച്ചാൽ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് നല്ല കാഴ്ച വരും. അങ്ങനെ കാഴ്ച വരുമ്പോ മാത്രം എല്ലാം വ്യക്തമായിരിക്കുന്ന ആ ശക്തി ഉണ്ടല്ലോ, ആ ശക്തിക്കാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. ആ കൃഷ്ണനായിക്കൊണ്ട് എന്റെ നമസ്കാരം എന്ന് പറയുന്നു. പിന്നെ വളരെ നല്ല ശ്ലോകങ്ങളാണ് ഇതിൽ ഓരോന്നും. അത് നമുക്ക് പറയാൻ വാസ്തവത്തിൽ 1 മണിക്കൂറിന്റെ സമയം. ഇനി അടുത്ത ശ്ലോകത്തിൽ വളരെ വലിയൊരു കാര്യം പറയുന്നു. യദ്ഭീത്യോദേതി സൂര്യോ ദഹതി ച ദഹനോ വാതി വായുസ്തധാന്യേ യദ്ഭീതാ പദ്മജാദ്യാ പുനരുചിതബലേനാഹരന്തേനു കാലം येनैवारोपिता प्राङ् निजपदमपि ते च्यावितारश्च पश्चात् तस्मै विश्वं नियन्त्रे वयमपि भवते कृष्ण कुर्म प्रणामम्. കൃഷ്ണ കുർമ്മ പ്രണാമം. ഇത്ര നേരവും ഈ സൃഷ്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റിയൊക്കെ പറഞ്ഞു. ഇനി ഈ പ്രപഞ്ചം നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിന് വാസ്തവികത ഉള്ളതാണ് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ. അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിന്റെ നൈയാമിക ശക്തി, നിയന്ത്രിക്കുന്ന ശക്തി, കൺട്രോളിംഗ് പവർ ഏതാണെന്ന് ചോദിച്ചാല് ആ കൺട്രോളിംഗ് പവർ അനുസരിച്ചിട്ടാണ്, ആ നൈയാമിക ശക്തിയെ അനുസരിച്ചിട്ടാണ് ഇവിടെ സൂര്യൻ ഉദിക്കുന്നത്. ഇവിടെ അഗ്നി കത്തുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടാണ്. വായു ചലിക്കുന്നുണ്ടെങ്കിൽ അത് വായുവായിട്ട് മന്ദമാരുതനായിട്ട് ചലിക്കുന്നതും പ്രചണ്ഡമായിട്ടുള്ള കൊടുങ്കാറ്റായിട്ട് ചലിക്കുന്നതും ആ ശക്തിയിൽ നിന്ന് ആജ്ഞ എടുത്തുകൊണ്ടാണ്, ടേക്കിംഗ് ഓർഡേഴ്സ് ഫ്രം ദാറ്റ് പവർ. അങ്ങനെയാണ് ഇവിടെ നടക്കുന്നതൊക്കെ തന്നെ. ഈ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളൊക്കെ അങ്ങനെയാണ്. ഇനി ബ്രഹ്മാവ തുടങ്ങിയിട്ടുള്ള ആൾക്കാര്, ഈ ദേവന്മാരെ എടുത്താലോ, അവരൊക്കെ തന്നെ അതാത് കാലത്ത്, ദേവന്മാര് പോലും പലയിടത്തും പറയുന്നുണ്ട്, ആ ദൈയാമിക ശക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുണനാണെങ്കിലും ഇന്ദ്രനാണെങ്കിലും ബ്രഹ്മാവ് ആരാണെങ്കിലും ദേവന്മാരൊക്കെ തന്നെ ആ ശക്തിയുടെ മുമ്പില് കയ്യിൽ ഉപഹാരം എടുത്തിട്ട്, ബലി എടുത്തിട്ട്, അർപ്പിക്കാനുള്ള വസ്തുവാണ് ബലി. ഉപഹാരമായിട്ട് പൂജിക്കാൻ, അർപ്പിക്കാൻ ഉള്ള വസ്തു എടുത്തിട്ട് മുമ്പിൽ നിൽക്കുന്നത് ഏതൊരു ശക്തിയാണ്? പരമമായിട്ടുള്ള ശക്തി. ആ ശക്തിക്ക് അനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. ആ ശക്തി തന്നെയാണ് ബ്രഹ്മാവിനെ സൃഷ്ടിക്കാൻ വേണ്ടി നിയമിക്കുക. അത് ആ ശക്തിയാണ് ചെയ്യുന്നത്. മഹാദേവനെ, അത് വൈഷ്ണവ ഗ്രന്ഥമാണ് കേട്ടോ. ഭാഗവതത്തിന്റെ സംഗ്രഹമാണ് നാരായണീയം. നാരായണീയം ഏറ്റവും അധികം വൈഷ്ണവമാണ്. വിഷ്ണുവാണ് നൈയാമിക ശക്തി. ഇന്ദ്രനും വരുണനും യമനും ഒക്കെ ബലികൾ കയ്യിലെടുത്ത് അവിടെ നിൽക്കുന്നത് ഭഗവാന്റെ ശക്തി കൊണ്ടാണ്, ആജ്ഞ കൊണ്ടാണ്. ഭഗവാൻ തന്നെയാണ് അവരെ ഇന്ന് ബ്രഹ്മാവായിട്ടിരിക്കൂ, എന്നിട്ട് ബ്രഹ്മാവിന്റെ 100 വയസ്സ് കഴിയുമ്പോൾ ആ ബ്രഹ്മാവിനെ ആ സ്ഥാനത്ത് നിറക്കി വേറൊരാളെ ഇരുത്തുന്നതും ഭഗവാൻ തന്നെയാണ്. ആൾക്കാരെ പദവിയിൽ ഇരുത്തുന്നതും അവിടുന്ന് ഇറക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനായിക്കൊണ്ട് കൃഷ്ണ കുർമ്മ പ്രണാമം. ആ കൃഷ്ണന് ആ കൃഷ്ണന് പ്രണാമം അർപ്പിക്കണു. ഇത്രക്ക് മുമ്പൊക്കെ നമസ്തേ നമസ്തേ എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഞാൻ നമസ്തേ അല്ലെങ്കിൽ ഞങ്ങൾ നമസ്തേ എന്ന് പറയാം. ഇവിടെ കുർമ്മ പ്രണാമം എന്ന് പറയുമ്പോൾ ഞങ്ങള് ഒരുമിച്ചിട്ട്, അതായത് നമ്മളെല്ലാവരും, എല്ലാ ഭക്തന്മാരും ഒരുമിച്ചിട്ട് പ്രണാമം ചെയ്യാണ്. എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ആണ് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി എന്നുള്ള നിലയില് അത് സൃഷ്ടിച്ച് അതാണ് എന്നുള്ള പോലെയാണ് കമ്മ്യൂണിറ്റി പ്രേയേഴ്സ് എന്ന് പറയില്ലേ, അതുപോലെയാണ് ഇവിടെ നമസ്കാരം. പിന്നെ അടുത്തത് ത്രൈലോക്യം ഭാവയന്തം ത്രിഗുണമയമിതം ത്രിക്ഷരസ്യൈകവാച്യം ത്രീശാനാമൈക്യരൂപം ത്രിഭിരവിനിഗമൈർഗീയമാനസ്വരൂപം ത്രിസോവസ്ഥാവിദന്തം ത്രിയുഗജനിജുഷം ത്രിക്രമാക്രാന്ത വിശ്വം ത്രൈകാല്യേ ഭേദഹീനം ത്രിഭിരഹമനിശം യോഗഭേദൈർഭജേ ത്വാം. 3 എന്നുള്ളത് നമ്മളുടെ കണ്ണിൽ വളരെ വിശേഷപ്പെട്ട ഒരു സംഖ്യയാണ്. ആ സംഖ്യ എടുത്തിട്ടാണ് ഇവിടെ പറയുന്നത്. 3 ലോകങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഭൂമിയുടെ താഴെയുള്ള പാതാള ലോകങ്ങൾ ഉണ്ടല്ലോ, 7 എണ്ണം, അതെടുത്താലും ഭൂമി, സ്വർഗം, ഭൂമിയുടെ മുകളിൽ സ്വർഗം തൊട്ടിട്ട് പിന്നെ സത്യലോകം വരെയുള്ള ലോകങ്ങളുണ്ട്. ഇതിനെ എല്ലാം കൂടി എടുത്തിട്ടാണ് നമ്മൾ പാതാളം, ഭൂമി, സ്വർഗം എന്ന് പറയുന്നത്. ഈ 3 ലോകങ്ങൾ എടുത്താലും അത് മുഴുവനും ഭഗവാൻ പ്രൊജക്ട് ചെയ്യുന്നത് ഭഗവാനാണ്.
പിന്നെ 3 ഗുണങ്ങള്. അത് 3ഉം ഭഗവാന്റെ തന്നെ വിഭൂതികളാണ്. 3 ഗുണങ്ങള്. 3 അക്ഷരം ഓം എന്നുള്ളത് ആദിമമായിട്ടുള്ള ധ്വനി. ഓം എന്നുള്ളതില് ആ ഊം 3 അക്ഷരങ്ങൾ ചേർന്നതാണ് ഓമായത്. അത് ഭഗവാൻ തന്നെയാണ്. 3 ദേവന്മാര്, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാര് എന്നുള്ള 3 ഈശന്മാര്. പിന്നെ 3 വേദങ്ങള്, ഋഗ്വേദം, യജുർവേദം, സാമവേദം. 3 അഥർവവേദത്തില് കുറെ കൂടി ഭൗതികമായിട്ടുള്ള കുറെ അറിവുകൾ ഉള്ളത് കൊണ്ട് പലപ്പോഴും വേദം 4 ആണെങ്കിലും 3 വേദങ്ങളെയാണ് എടുത്തു പറയാറുള്ളത്. അപ്പൊ ആ 3 വേദങ്ങള്, 3 ത്രിഭിരഭി നിഗമൈർ ഗീയമാന സ്വരൂപം, അതില് 3ലും വാഴ്ത്തുന്ന സ്വരൂപം അത് ഭഗവാൻ തന്നെയാണ്. ത്രിസ്വവസ്ഥ, നമ്മളുടെ ഉണർന്നിട്ടുള്ള ഇരിപ്പ്, സ്വപ്നം കാണുന്ന അവസ്ഥ, ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, ഡീപ്പായിട്ടുള്ള ഉറക്കം. ഈ 3 അവസ്ഥകളും ഭഗവാൻ തന്നെയാണ്. അതിലൂടെ മനസ്സിലാക്കാൻ, അതിലൂടെ പ്രകാശിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. 3 യുഗങ്ങള്, നമ്മൾ എപ്പോഴും 4 യുഗങ്ങളെ പറ്റിയാണ് പറയാറുള്ളത്. പക്ഷെ 3 യുഗങ്ങളിലാണ് ഭഗവാൻ ഏറ്റവും അധികം അവതാരങ്ങൾ വരുന്നത്. കാരണം എന്താ വെച്ചാൽ കൃതയുഗത്തിൽ എല്ലാവരും നല്ല ബോധമുള്ളവരായിരുന്നു. അവർക്ക് അല്ലാതെ തന്നെ ആ സത്യസ്വരൂപൻ ആരാണ് എന്നുള്ളത് അറിയായിരുന്നു. ഭഗവാൻ അധികം അവതാരങ്ങൾ എടുക്കേണ്ടി വന്ന രാമാവതാരം ത്രേതായുഗത്തില്, കൃഷ്ണാവതാരം ദ്വാപര യുഗത്തില്, ഈ കലിയുഗത്തിന്റെ അവസാനത്തിൽ വരുന്ന സമയത്ത് കൽക്കി അവതാരം. അങ്ങനെ ഈ അവതാരങ്ങളുള്ള 3 യുഗങ്ങൾ ഉണ്ടല്ലോ, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. അതൊക്കെ തന്നെ ഭഗവാന്റെ വിഭൂതികളാണ്. അങ്ങനെ ഓരോന്നും എടുത്തിട്ട് 3 കാലങ്ങള്, പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, ഇങ്ങനെ ഓരോന്നിലും തിളങ്ങി നിൽക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ആ അങ്ങനെയുള്ള ഭഗവാനെ, എല്ലാത്തിലും അങ്ങനെ നിൽക്കുന്ന 3 യോഗങ്ങള്, ജ്ഞാനം, കർമ്മം, ഭക്തി യോഗങ്ങള് ഭഗവാനെ ഉപാസിക്കാനുള്ള മാർഗങ്ങളാണ്. ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം, ഇതൊക്കെ തന്നെ ഭഗവാൻ തന്നെയാണ്. അങ്ങനെയുള്ള ഭഗവാനെ, ഇതിലൂടെ എല്ലാം പ്രകാശിക്കുന്ന ആ ഭഗവാനെ ഇതാ അഹമനീശം, ഞാനിതാ അങ്ങയെ ഭജിക്കുന്നു. അഹമനീശം, ത്രിഭിരഹമനീശം യോഗഭേദേർ ഭജേ, അഹം അനിശം ഭജേ. അഹം അനിശം ഭജേ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടതടവില്ലാതെ ഭജിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു നമസ്കാരം തന്നെയാണ്. അടുത്ത ശ്ലോകത്തില് സത്യം ശുദ്ധം വിബുദ്ധം ചേതി തവ വപുർനിത്യമുക്തം നിരീഹം നിർദ്വന്ദ്വം നിർവികാരം നിഖില ഗുണഗണ വ്യഞ്ജനാധാരഭൂതം നിർമൂലം നിർമ്മലം തൻ നിരവധി മഹിമോല്ലാസി നിർലീനം അന്തർനിസ്സംഗാനാം മുനീനാം നിരുപമ പരമാനന്ദ സാന്ദ്ര പ്രകാശം. ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്, ശുദ്ധമാണ്, വിബുദ്ധമാണ്, അതുപോലെ തന്നെ നിത്യമുക്തമാണ്, നിരീഹം, നിർദ്വന്ദ്വം, കുറേ വർണ്ണിക്കുന്നുണ്ട്. ഈ വർണ്ണനകൾ എല്ലായിടത്തും കാണും. ഇതിലത്തെ ഒരു വർണ്ണന എടുത്താൽ തന്നെ, ഇപ്പൊ നിരീഹം എടുത്താലും നിർദ്വന്ദ്വം എടുത്താലും, ഓരോന്ന് എടുത്തിട്ടുണ്ടെങ്കിലും തന്നെ അതിനെ എത്രയോ മണിക്കൂറുകളോളം ആചാര്യന്മാർക്ക് പറയാനുണ്ടായിരിക്കും. നമുക്ക് ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പറയണു. ഇങ്ങനെയൊക്കെ വാഴ്ത്തപ്പെടുന്ന, നമ്മളിത് എപ്പോഴും കാണുന്നതാണല്ലോ. നിർമ്മലമാണ് ഭഗവാൻ, നിർമൂലമാണ് ഭഗവാന്, കാരണമില്ല ഭഗവാൻ, നിർവികാരമാണ്. ഈ വർണ്ണനകളൊക്കെ തന്നെ ഭഗവാനെ പറ്റിയാണ്. അങ്ങനെയുള്ള ആ വർണ്ണന ആരെ പറ്റിയാണ്? സച്ചിദാനന്ദ സ്വരൂപം, സച്ചിദാനന്ദത്തെ പറ്റിയാണ്. നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശമാണ്. കമ്പയർ ചെയ്യാൻ പറ്റാത്ത ആ പ്രകാശത്തെ ഞാൻ നമിക്കുന്നു. സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഓടിച്ചു പോവാണ് ചെയ്യുന്നത്. പക്ഷെ ഇതിന്റെ അടുത്ത ശ്ലോകം ഉണ്ടല്ലോ, അത് ഒരുപാട് ആലോചിക്കാനുള്ളതാണ്. 11ാമത്തെ ശ്ലോകം. ദുർവാരം ദ്വാദശാരം ത്രിശത പരിമിള ഷഷ്ടിപർവാഭിവീതം സംഭ്രാമ്യ ക്രൂരവേഗം ക്ഷണമനുജഗദാദി ആച്ഛിദ്യ സന്ധാവമാനം ചക്രം തേ കാലരൂപം വ്യഥയതു നതു മാം ത്വത്പദൈകാവലംബം വിഷ്ണോ കാരുണ്യ സിന്ധോ പവനപുരപദേ പാഹി സർവാമയൗഘാത്. ഈ ഭഗവാൻ കാലസ്വരൂപനാണ്. ആ കാലസ്വരൂപം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ കയ്യിലുള്ള ചക്രമുണ്ടല്ലോ, ആ ചക്രം കാലത്തിന്റെ കാലചക്രമാണത്. കാലം എന്ന് പറഞ്ഞ് നമ്മൾ അറിയണ ഈ കാലം സൈക്ലിക്കലാണ്. കാലം ലീനിയർ അല്ല, സൈക്ലിക്കലാണ്.
4 യുഗങ്ങൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കും. സൈക്ലിക്കലാണിത്. ദുർവാരം അങ്ങനെയുള്ള ആ കാലചക്രത്തെ പറ്റി പറയാണ്. അത് ആർക്കും തടുക്കാൻ പറ്റാത്തതാണ്. ആ ചക്രം ഭഗവാൻ അയച്ചാൽ അതിനെ ആർക്കും തടുക്കാൻ പറ്റില്ല. കാലത്തെ ഒരു രഥമായിട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ അതിന്റെ ചക്രമുണ്ടല്ലോ. ചക്രത്തിന്റെ ആ തേരിന്റെ ഉരുൾച്ച അതിനെ ആർക്കും കാലത്തിനെ ആർക്കും തടുക്കാൻ പറ്റില്ല. ഭഗവാൻ കാലസ്വരൂപിയാണ്. തടുക്കാൻ പറ്റാത്ത ആ കാലം. ഇനി നമുക്ക് ആ കാലത്തിനെ നമുക്കറിയണ കാലം എങ്ങനെയാണ്? 365 ദിവസം. അപ്പൊ നമ്മളെപ്പോഴും പുസ്തകത്തിൽ കാണുമ്പോൾ 360 എന്നാണ് കാണുക. 360 ദിവസം, അതല്ലെങ്കിൽ 12 മാസം, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുക. അതിനോട് ബന്ധപ്പെടുത്തി പറയാണ്. ദ്വാദശാരം ഒരു ചക്രം എടുത്താല് അതില് വളരെയധികം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് അതിന്റെ അഴികള്. നടുവിലൊരു സെന്ററും ഒരു പെരിഫറി ഉണ്ടാവും ഒരു ചക്രത്തിന്. സെന്ററിൽ നിന്ന് പെരിഫറിയിലേക്ക് നീണ്ടു നിൽക്കുന്ന കഴികള് അത് 12 12 കഴികളുള്ള ചക്രം എന്ന് പറഞ്ഞാൽ 12 മാസം. ഇംഗ്ലീഷുകാരുടെ കാലണ്ടർ ആണെങ്കിലും നമ്മളുടെ കാലണ്ടർ ആണെങ്കിലും ജ്യോതിഷികൾ പറയുന്ന മലയാള മാസം എടുത്താലും പിന്നെ ശകവർഷത്തിലെ മാസങ്ങൾ എടുത്താലും ജ്യോതിഷികളുടെ മാസം എടുത്താൽ അവരുടെ രാശി എടുത്താലും ഒക്കെ 12 12 കഴികളുള്ള ചക്രം. ത്രിശത പരിമിള ഷഷ്ടി പർവാഭിവീതം 360 ചക്രമുനകളുണ്ട്. ഈ ഓരോ കഴികൾ ചെന്ന് അവസാനിക്കുന്നിടത്തുള്ള മുനകള് അത് 360 മുനകളുള്ള ചക്രമാണിത്. ഭഗവാന്റെ കയ്യിലുള്ള ചക്രാണ്, കാലചക്രമാണ്. അത് വളരെയധികം ക്രൂരവേഗം എന്ന് പറഞ്ഞാൽ ഒന്നും നോക്കില്ല. ആരാണ് നിൽക്കുന്നത്, ഏത് കൂടെയാണ് പോണത് നോക്കില്ല. തട്ടി തകർത്ത് മുന്നോട്ട് പോകുന്ന വിധത്തിലാണ് അതിന്റെ സംഭ്രമണം. സംഭ്രാമ്യത് ക്രൂരവേഗം ക്ഷണമനുജഗദാഛിദ്യ സന്ധാവമാനം. ആർക്കും തടയാൻ അതിനെ പറ്റില്ല. അതിനെ ലോകത്തിനെ വലിച്ചു കൊണ്ടുപോകും. ജഗദാഛിദ്യ സന്ധാവമാനം. ആ വലിച്ചു കൊണ്ടുപോണ ആ ചക്രം, ആ കാലം ആർക്കും തടുക്കാൻ പറ്റാത്ത ഭഗവാന്റെ ആ കാലരൂപമായിട്ടുള്ള ചക്രം. അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിന്റെ മുമ്പില്. ഭഗവാന്റെ തൃപ്പാദം പിടിച്ചിട്ട് അതിൽ നിന്ന് എനിക്ക് അപായം പറ്റരുതേ. ഇതിനെ ഈ കാലത്തിലൂടെ എനിക്ക് സഞ്ചരിക്കേണ്ടി വരുമ്പോഴും കാലസ്വരൂപനായിട്ടുള്ള ഭഗവാനെ അറിയുന്നതിനാൽ ഞാൻ എപ്പോഴും അപകടമില്ലാതിരിക്കണേ. ഇങ്ങനെ പ്രാർത്ഥിക്കണ കാരുണ്യക്കടലായിട്ടുള്ള ഭഗവാനെ, കാരുണ്യ സിന്ധു, പവനപുരപതേ ഗുരുവായൂരപ്പ, അങ്ങനെയുള്ള ഈ കാലത്തിന് എനിക്ക് ആരുടെ കാലുകൾ മാത്രമാണോ അവലംബമായിരിക്കുന്നത് അങ്ങനെയുള്ള ഭഗവാനെ അങ്ങയെ ഞാൻ നമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ നമസ്കാര ദശകം 11 ശ്ലോകങ്ങളുള്ളത്. ആദ്യത്തെ 10 ശ്ലോകങ്ങളിലും ഭഗവാന്റെ നിഷ്കളമായിട്ടുള്ള ആ രൂപത്തിനെ പറ്റി ഒക്കെ പറഞ്ഞിട്ട് അവസാനം കാലരൂപിയാണ് ഭഗവാൻ എന്ന് പറഞ്ഞിട്ട് എന്നെ രക്ഷിക്കണേ. എല്ലാ ദശകങ്ങളും അവസാനിക്കുന്നതുമാതിരി സർവാമയൗഘം, ആമയം രോഗം, സർവമായിട്ടുള്ള ആമയൗഘം രോഗക്കൂട്ടങ്ങള്, പല രോഗങ്ങളും, ആ രോഗക്കൂട്ടങ്ങൾ, എല്ലാ രോഗങ്ങളുടെയും കൂടി നിൽക്കുന്ന രോഗങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ഈ ദശകം അവസാനിക്കുന്നത്. പറഞ്ഞതൊക്കെ നമുക്ക് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാം. കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇന്ന് ജനുവരി 1 നവവത്സരം. അപ്പൊ നമുക്ക് ഈ കാലത്തെ പറ്റിയുള്ള ഈ ചർച്ച നമുക്ക് 1-ാം തീയതി തന്നത് ഭഗവാൻ അറിഞ്ഞു തന്നതാണ്. കായേന വാചാ